കരങ്ങൾ കൊണ്ടാണോ അതോ വാക്കിനാലാണോ വചനത്താലാണോ? ഉൽപ്പത്തി 1:26-27 നമ്മൾ കാണുന്നത് നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അല്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ദൈവം മനുഷ്യന്റെ ആ ആത്മമനുഷ്യനെ സൃഷ്ടിച്ചു, അകത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പിന്നെ അവനെ ഈ ആത്മമനുഷ്യനെ അകത്താക്കാൻ വേണ്ടി മറ്റൊരു ബാഹ്യ ശരീരത്തെ ദൈവം നിർമ്മിക്കുക പൊടിയിൽ നിന്ന്. പ്രൈസ് ദി ലോർഡ്. ഡസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ്, അതിനെക്കുറിച്ച് യാതൊരു ഉപകാരവുമില്ല. നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഡസ്റ്റിൽ നിന്നാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ പറയാം. സഭാപ്രസംഗിയുടെ പുസ്തകം 12:7 വന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ജീവനുള്ള ആത്മാവായി മാറിയെന്നാണോ ജീവനുള്ള ദേഹിയായി തീർന്നെന്നാണോ പറഞ്ഞേ? ജീവനുള്ള ബൈബിള് വായിക്കണം ചൊവ്വേ. ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് വചനം എഴുതിയിരിക്കുന്നത്. 1 Corinthians 15:45 യേശുവിനെ കുറിച്ച് പറഞ്ഞത് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ ജീവിപ്പിക്കുന്ന ആത്മാവായി മാറി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം നമ്മൾ ദേഹിയും ദൈവം ആത്മാവുമാണ്. യേശു ആത്മാവുമായി മാറി. ഇനി സഭാപ്രസംഗി 12:7 വരാം. 12:7 പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് പെർഫെക്റ്റ് ആണ്. നമ്മുടെ ആത്മാവിന് യാതൊരു കുഴപ്പവുമില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവിനാലാണ് ഈ ആത്മാവ് സൃഷ്ടിക്കപ്പെടുന്നത്. ആത്മാവ് ജീവൻ പ്രാപിച്ചത് ദൈവത്തിന്റെ വചനം ലഭിച്ചപ്പോഴാണ്. ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ സകലവും ഉളവായെങ്കിൽ വചനത്താൽ നമ്മുടെ ആത്മാവ് ജീവൻ പ്രാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആത്മാവ്, എല്ലാ മനുഷ്യരുടെയും ആത്മാവ്, കൊടുത്തിരിക്കുന്ന ആത്മാവ് ആരിലേക്ക് തിരികെ ചേരുന്നു? ദൈവത്തിലേക്ക് തിരികെ ചേരുന്നു. പക്ഷെ നമ്മളിൽ ഉള്ളത്, നമ്മൾ ദേഹിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ ദേഹിയുടെ രക്ഷയാണ് നടക്കേണ്ടത്. അതുകൊണ്ടാണ് ആത്മാവ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം മനുഷ്യന്റെ ദേഹി രക്ഷിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞ ദേഹിക്കകത്താണ് മനസാക്ഷി, അവന്റെ അകത്തെ ഹൃദയം, അവന്റെ ആന്തരിക മനുഷ്യൻ, ആന്തരിക വ്യക്തിത്വം ആ ദേഹിയിലാണ് ഉൾക്കൊള്ളുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദേഹി എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇപ്പം വെള്ളത്തിൽ വെച്ച് സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മത്സ്യത്തിന് വെള്ളത്തെ കൂടാതെ ജീവിക്കാൻ കഴിയില്ല. ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആത്മാവിന്, അതായത് നമ്മളെ ദൈവം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ സൃഷ്ടിച്ചു. അപ്പൊ ആ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. കാരണം വചനത്താലാണ് ഈ ആത്മാവിനെ ഉരുവാക്കിയത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് മനുഷ്യൻ കിടന്ന് പിടയുന്നത്. അവന് ജീവൻ പ്രാപിക്കാൻ കഴിയാത്തതിന്റെ കാരണം അവന്റെ ആത്മീയ ഭോജനമായ ദൈവവചനങ്ങൾക്ക് കിട്ടുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവന്റെ ജീവനാണ്, നമ്മുടെ ആത്മാവിന്റെ ജീവൻ ദൈവത്തിന്റെ വചനമാണ്. യിരെമ്യാ 1:5 നമ്മളത് കാണുകയാണല്ലോ. അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ദൈവവചനം വേണ്ടത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടുകൂടെ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് യേശു പറഞ്ഞു. യേശുവിനെ കൂടാതെ നമുക്ക് ആർക്കും ജീവിതമില്ല, ജീവനില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയും ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജഡിക ജീവിതം നയിക്കാം. ഒരിക്കലും ഒരു ആത്മീക മനുഷ്യനാകാനും ആത്മീക ജീവിതം നയിക്കാനും സന്തോഷിക്കാനും നിത്യതയിൽ പോകാനും ക്രിസ്തുവിന്റെ വചനത്തെ കൂടാതെ ആർക്കും സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ദൈവവചനം വേണ്ടതെന്ന് മനസ്സിലായല്ലോ. എന്തുകൊണ്ടാണ്? ദൈവവചനം നമ്മുടെ ജീവനാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാകുന്നു എന്ന് യേശു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആര് പറഞ്ഞ വാക്കുകൾ? ഈ 66 ഗ്രന്ഥങ്ങൾ, ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായ ലക്ഷ്യം ക്രിസ്തുവിനെ ഉയർത്തുക എന്നതാണ്. അവനെ ഉയർത്തുക വഴി മരുഭൂമിയിൽ പിത്തള സർപ്പത്തെ ഉയർത്തി മനുഷ്യൻ പാമ്പുകടിയുടെ വിഷസർപ്പത്തിന്റെ ആ ദംശനത്തിൽ നിന്ന്, അതിന്റെ വിഷത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ മനുഷ്യപുത്രനിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ അവങ്കലേക്ക് നോക്കുന്നവർ പ്രകാശിതരാവുകയാണ്. അവരുടെ മുഖം ലജ്ജിച്ചു പോകുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അവർ ജീവൻ പ്രാപിക്കുകയാണ്. അവനിലേക്ക് നോക്കുന്നവർ രക്ഷ പ്രാപിക്കുകയാണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പൊ ബൈബിളിലെ ഒറ്റ പ്രമേയം ക്രിസ്തുവാണ്. ഇതൊരു ക്രിസ്റ്റോളജിയുടെ ബുക്കാണ്.
ഇത് ഒരു ക്രൈസ്റ്റ് സെൻട്രേഡ് ആയിട്ടുള്ള ബുക്കാണ്, ക്രിസ്തു കേന്ദ്രീകൃതമായൊരു ബുക്കാണ്. ഈ പുസ്തകത്തിൻ്റെ അകത്ത് പ്രസംഗിക്കപ്പെടേണ്ട ഒരേ ഒരു സബ്ജക്റ്റ് യേശു ക്രിസ്തുവാണ്. എവിടെയാണ് തെളിവ്? ലൂക്കോസ് 24-ാം അധ്യായം 45-ാമത്തെ വാക്യം നിങ്ങൾ നോക്കിയേ. ലൂക്കോസിന്റെ പുസ്തകം 24-ാം അധ്യായം 44 മുതൽ വായിക്കാം. 44. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണമെന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ബൈബിളിൽ നിന്ന് ഏത് സബ്ജക്റ്റ് എടുത്താലും, ഏത് പുസ്തകം എടുത്താലും, ഏത് അധ്യായം എടുത്താലും യേശുക്രിസ്തുവിനെ ഒരുവൻ പ്രസംഗിക്കുന്നില്ലെങ്കിൽ അവനൊരു വ്യാജ സുവിശേഷകനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ എൻ്റെ ജീവിതത്തിൽ ഈ വേദപുസ്തകം നമുക്ക് തന്നിരിക്കുന്നത് നിത്യജീവൻ തരാനും നിത്യതയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. നമുക്ക് കാറ് തരാനും വീട് തരാനും ജോലി തരാനും ഒക്കെ ദൈവത്തിന് കഴിയും, തീർച്ചയായിട്ടും അത് അതിൻ്റെ കൂടെയുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഈ വേദപുസ്തകം എന്തിനാണ് ദൈവം എഴുതിയിരിക്കുന്നതെന്ന് അറിയാവോ? നമുക്ക് നിത്യജീവൻ തരാനാണ്, നിത്യതയിൽ കൊണ്ടുപോകാനാണ്. അതിൽ കുറഞ്ഞ ഒരു സബ്ജക്റ്റും ഇതിൻ്റെ ലക്ഷ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് നിങ്ങളെ അഭിഷിക്തനാക്കാനല്ല. ഈ വേദപുസ്തകം എഴുതിയിരിക്കുന്നത് നിങ്ങളെ നിത്യജീവൻ തന്ന് നിത്യതയിൽ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഇനി ഒരു അഭിഷിക്തന്റെ പ്രത്യേകത, പഴയ നിയമത്തിൽ ഒരു ശൗൽ എന്ന് പറയുന്ന അഭിഷിക്തനുണ്ട്. പക്ഷേ ആ അഭിഷിക്തന്റെ കൂടെ ദൈവസാന്നിധ്യമില്ല. ആദ്യം തെരഞ്ഞെടുത്തപ്പോൾ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു, പിന്നെ അവനിൽ നിന്ന് വിട്ടുപിരിയുന്നതായി കാണുന്നു. അപ്പൊ അഭിഷേകമല്ല വലുത്. നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ കോരശ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു രാജാവായിരുന്നു. കോരശന്റെ പ്രഭു, എൻ്റെ അഭിഷിക്തൻ എന്ന് ദൈവം പറയുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടവനല്ല. ഈ മനുഷ്യനെ ദൈവത്തിന്റെ ഒരു പദ്ധതിക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്നത് കൊണ്ട് അവനെ അഭിഷേകം ചെയ്ത് അഭിഷിക്തൻ എന്ന് പ്രഖ്യാപിക്കുന്നതാണ്. അല്ലാതെ ആ മനുഷ്യൻ പരിശുദ്ധാത്മ നിറവുള്ള മനുഷ്യനല്ല. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. പഴയ നിയമത്തിൽ ഇനിയും പല കഥാപാത്രങ്ങളുമുണ്ട്. നിങ്ങൾക്കറിയാം, സാത്താൻ, ഒറിജിനൽ ലൂസിഫർ, അവൻ ദൈവത്തിന്റെ ശക്തനായ അഭിഷിക്തനായിരുന്നു. പക്ഷെ വീണുപോയതിനു ശേഷവും അവനവന്റെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അഭിഷേകം നന്മയ്ക്ക് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്, തിന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം. ഒരു അഭിഷേകം എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിന് വേണ്ടി അല്ല നമ്മളെ ദൈവം ഈ പുസ്തകത്തിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് നിത്യജീവൻ തരാനാണ്, വിശ്വസിച്ചിട്ട് നിത്യജീവൻ തരാനാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഇനി അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്ന, പരിചയപ്പെടുത്തുന്നത് എന്താണ്? തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനം അതിൻ്റെ കൃത്യമായ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം ഈ വചനത്തെ ഉറപ്പിക്കേണ്ടതിന് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിരിക്കും. പക്ഷേ അത്ഭുതങ്ങളും അടയാളങ്ങളിലും അല്ല നമ്മൾ ആനന്ദിക്കേണ്ടത്. നമ്മൾ ആനന്ദിക്കുക നമ്മുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിയത് കൊണ്ടായിരിക്കണം. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും, 3-ാം വാക്യം എബ്രായലേഖനം 2:3, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പൊ ഈ രക്ഷയുടെ പ്രത്യേകത എന്താണ്? ഈ സാൽവേഷൻ, ഈ ബുക്ക് ഒരു സാൽവേഷന്റെ ബുക്കാണ്. ഇത് രക്ഷയുടെ പുസ്തകമാണ്. ഈ രക്ഷയ്ക്കകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് പറഞ്ഞു തുടങ്ങിയതാണിത്. 2, ദൈവം അടയാളങ്ങളാലും, പറഞ്ഞ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ഈ സുവിശേഷം പറയുമ്പോൾ തന്നെ പല രോഗസൗഖ്യങ്ങൾ ഇതിൻ്റെ അകത്ത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സാക്ഷാൽ കർത്താവാണ് നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ സുവിശേഷത്തിൻ്റെ അടുക്കൽ സാക്ഷാൽ കർത്താവിന് വരാതിരിക്കാൻ കഴിയില്ല. വ്യാജ സുവിശേഷത്തിൻ്റെ അടുത്ത് വ്യാജ സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്ന സുവിശേഷത്തിൻ്റെ അടുത്ത് കർത്താവിന് വരേണ്ട ആവശ്യമില്ല. ഒന്നും ഡിക്ലെയർ ചെയ്യാതെ, ഒന്നും പ്രവചിക്കാതെ തന്നെ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളുടെ ആരോഗ്യം ഇന്ന് നിങ്ങളെ പരിപാലിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് ദീർഘായുസ്സും നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ദൈവം തരുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ഈ സത്യസുവിശേഷത്തിൻ്റെ അടുക്കലേക്ക് എത്തിച്ചത് കൊണ്ടാണ്. ഞാനൊരു വചനം പറയാം. ആ വചനം ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് നിങ്ങൾ പറയണം. യോഹന്നാൻ 10:10 എടുത്ത്. യോഹന്നാൻ 10:10.
വായിക്കാം. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. The thief cometh not but for to steal and to kill and to destroy. ഇവിടെയാണ് നമ്മൾ ഈ ട്രഡീഷണലായി നമ്മളൊരു പക്ഷേ മുൻ തലമുറകളിൽ അല്ലെങ്കിൽ അനേകർ ഇങ്ങനെ പറഞ്ഞ് വരുത്തിയിരിക്കുന്ന ഒരു കാര്യത്തെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ കർത്താവിൻ്റെ ടീച്ചിങ്ങിൻ്റെ അകത്തേക്ക് വരേണ്ടതിൻ്റെ ആവശ്യകത. കർത്താവിൻ്റെ ആ പഠിപ്പിക്കൽ കണ്ട് ആ ന്യായശാസ്ത്രിമാരും പരീശന്മാരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ഞങ്ങൾ പഠിപ്പിച്ചതുപോലെയല്ല ഈ യേശു പഠിപ്പിക്കുന്നത്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളെ ഉപാസിച്ചുകൊണ്ടാണ് ന്യായശാസ്ത്രിമാരും പ്രമാണിമാരും പ്രസംഗിച്ചതെങ്കിലും അവർ പ്രസംഗിച്ചതുപോലെ പ്രസംഗിക്കാനല്ല യേശു വന്നത്. യേശു പ്രസംഗിച്ചത് വ്യത്യസ്തമായിട്ടാണ്. കാരണം യേശുവിനെ ഇതിന്റെ വെളിപ്പാടുള്ളൂ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രനാണ് അവനെ വെളിപ്പെടുത്തിയത്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായും തൻ്റെ പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നെന്ന് വചനം പറയുന്നു. പുത്രനെ കേൾക്കണമോ അതോ പ്രവാചകന്മാരെ കേൾക്കണമോ? പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ മറുരൂപ മലയിൽ നിൽക്കുമ്പോൾ മോശയും ഏലിയാവും ഇതാ യേശുവിൻ്റെ കൂടെ നിൽക്കുകയാണ്. പത്രോസും 3 ശിഷ്യന്മാര് യോഹന്നാനും യാക്കോബും കൂടി അവിടെ ഈ മറുരൂപ മലയിലുണ്ട്. ഈ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് പത്രോസിന് ഇമോഷണലായി അദ്ദേഹത്തിന് തോന്നി, ഇവിടെ ഒരു കൂടാരം അടിക്കുന്നത് നല്ലതാണ്, നമുക്ക് 3 കൂടാരം അടിച്ചേക്കാം എന്ന് അവൻ പറയുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പം ഇവർ ഓരോരുത്തരായി ഡിസപ്പിയർ ചെയ്യുകയാണ്. മോസസ്, അടുത്തത് ഏലിയാവ് ഡിസപ്പിയർ ചെയ്യുകയാണ്. രണ്ടുപേരും അപ്രത്യക്ഷമായപ്പോൾ പിന്നെ ആര് മാത്രം അവശേഷിച്ചു? അവർ യേശുവിനെ അല്ലാതെ മറ്റാരെയും. അപ്പോൾ ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയാണ്. ഇവർ 3 പേരും നിൽക്കുമ്പോൾ അല്ല പറഞ്ഞത്, ഇവർ 2 പേരും ഡിസപ്പിയർ ചെയ്തപ്പോൾ ദൈവമായ യഹോവയായ ദൈവം, പിതാവായ ദൈവം അരുളി ചെയ്യുക, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആർക്ക് ചെവി കൊടുക്കണം? ഏലിയാവിനല്ല, പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കല്ല. ഇവന് ചെവി കൊടുപ്പിൻ. ആർക്ക് ചെവി കൊടുക്കണം? യേശുവിന് ചെവി കൊടുക്കണം. യേശു പഠിപ്പിച്ചതിന് പ്രസക്തിയില്ലാത്ത വിധം ഏലിയാവിനെയും ഏലീശായെയും ഒക്കെ കൊണ്ടുവരുന്നതിന്റെ കാരണം യേശുവിന്റെ പഠിപ്പിക്കലിനെ മുക്കിക്കളയാൻ വേണ്ടിയാണ്. ആ കള്ളത്തരം ദൈവസഭയിൽ പൊളിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് ക്രിസ്തുവിന്റെ കാലമാണ്. ഇത് യേശുവിന്റെ സുവിശേഷം പഠിപ്പിക്കേണ്ട കാലമാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ സകലരെയും പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സകല ജാതികളെയും ശിഷ്യരാക്കിയും കൊള്ളുവിൻ എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് എന്തുകൊണ്ടാണ് ഇത് തെറ്റിപ്പോകുന്നതെന്ന് അറിയാവോ? യേശു പഠിപ്പിച്ചത് എന്താണെന്ന് അറിയത്തില്ല. യോഹന്നാൻ 10:10 നോക്കി, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. കള്ളൻ ആരാ? കള്ളൻ പിശാചെന്ന് വിശ്വസിക്കുന്നത് കൈ ഉയർത്തി. കൈ ഉയർത്തി പാവങ്ങൾ, അവര് കൈ ഉയർത്തിപ്പോയി. മറ്റൊരു പഠിച്ച കള്ളന്മാരാണ്. കാരണം എന്നാ വരുന്നത് നമുക്ക് നോക്കിയിട്ട് കേട്ടോ. കൈ ഉയർത്താത്തവരെന്ന് കൈ ഉയർത്തിപ്പിടിച്ചേ. നിങ്ങളെ കൊണ്ട് ഉയർത്താവെന്ന് ഞാൻ നോക്കട്ടെ. കൈ താത്തി. ആരാ ഈ കള്ളൻ? നമ്മൾ ബൈബിളിൽ നിന്ന് ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുമ്പോൾ, ഒരു വചനം എടുക്കുമ്പോൾ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഇത് പറഞ്ഞു വരുന്നതെന്ന് കൂടെ ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങളൊന്ന് മുകളിൽ നിന്ന് വായിച്ചേ. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകൾ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്തു കൊണ്ടുപോകുന്നു. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഇത്രയും വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ആരായി കള്ളൻ? ഞങ്ങളെപ്പോലെയുള്ള പാസ്റ്റർമാർ, സുവിശേഷകന്മാർ ഈ കള്ളൻ ഞങ്ങളാണെന്ന് പറയാൻ മടിക്കും. കാരണം ഇത് വ്യാജ ഇടയന്മാരാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഇത്രയും നാളും പറ്റിച്ചില്ലേ, ഇനി പറ്റിക്കണോ? ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞ? പിശാചിനെ കുറിച്ചല്ല, കള്ള ഇടയന്മാരെ കുറിച്ചാണ്. കള്ള ഇടയന്മാർക്ക് ഉത്തരവാദിത്വമില്ല. അവരവരുടെ ഉദരപൂരണമാണ് നോക്കുന്നത്, അവരവരുടെ പേര് വർദ്ധിപ്പിക്കാനാണ് നോക്കുന്നത്. എന്നാൽ യഥാർത്ഥ ഇടയൻ ആടുകളെ സംരക്ഷിക്കുന്നത് വ്യത്യസ്തമായ വഴികളിലാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ ഈ കള്ളനല്ല, ഈ കള്ളൻ പിശാചല്ല, ഈ കള്ളൻ കള്ള ഇടയനാണ്. ഈ കാലങ്ങളിൽ വളരെ സൂക്ഷിക്കണം.
പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നത് യേശുക്രിസ്തുവിനെ പുറത്താണെങ്കിൽ നിങ്ങൾ അവരെ സൂക്ഷിക്കണം, അവർ കള്ളന്മാരാണ്. കാരണം ഈ മനുഷ്യനൊരു ഇത് വരുത്തുവാനുണ്ടല്ലോ. ഈയിടെ ഒരു പുള്ളി പറഞ്ഞൊരു ഗുമ്മു വരുത്താൻ. എന്ത് വരുത്താനാ? ഗുമ്മു വരണമെങ്കിൽ ആരെക്കുറിച്ച് പ്രസംഗിക്കണം? ഗുമ്മ ഇതിൻ്റെ എന്നാ വാക്കാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഏതായാലും ഒരു ഇരിക്കട്ടെ, ഗമ്മെന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഗുമ്മ ഇരിക്കട്ടെ. അപ്പൊ ഗുമ്മു വരുത്താൻ വേണ്ടി ആരെ പ്രസംഗിക്കുന്നേ? നിങ്ങൾ സാക്ഷാൽ യേശു തമ്പുരാൻ പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഏലിയാവിന്റെ കാക്കയുടെയും കഥ പറഞ്ഞതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള യുദ്ധം ഭയങ്കര പ്രസംഗമല്ലേ? എത്രയോ ആഴ്ചകളാ പ്രസംഗിച്ചു തീർക്കുന്നത്. യേശു എവിടെയെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? പുതിയ നിയമത്തിൽ യേശു പ്രസംഗിക്കാത്തതൊക്കെയും നമ്മളെന്തിനാ പ്രസംഗിക്കുന്നേ? നമ്മളെന്തിനാ കേൾക്കുന്നേ? കള്ളയിടയന്മാരുടെ ലക്ഷണമാണിത്. പഴയ നിയമത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത കഥാപാത്രങ്ങൾ കൊണ്ടുവന്ന് അവരുടെ ചരിത്രങ്ങൾ വിളമ്പുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുവിന്റെ നാമമാണ്. സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ ചിലരെ കേട്ടാൽ യേശു എന്ന പേര് പോലും നിങ്ങൾ കേൾക്കുകയില്ല. അവരുടെ ജീവിതത്തിലെ കുറെ അനുഭവങ്ങൾ ഇങ്ങനെ പറയുന്നു, പിന്നെ അവിടെ ഉണർവ് പൊട്ടി പുറപ്പെട്ടതും ഇവിടെ തീ കത്തിയതുമായ കാര്യങ്ങൾ പറയുന്നു. ഒരിക്കലും അവർ യേശു എന്ന നാമം പോലും പറയാൻ മടിക്കുകയാണ്. കാരണം ഇത് കള്ളന്മാരാണ്. ഞങ്ങളെപ്പോലെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ഭയപ്പെടേണ്ടതില്ല. കാരണം ഞങ്ങളുടെ അന്നം മുട്ടിക്കുന്നവനല്ല ദൈവം. ഞങ്ങളുടെ പ്രസംഗത്തിൽ നാളുകൾക്ക് വികാരമുണ്ടായിട്ടല്ല ഞങ്ങളെ ദൈവം പോറ്റുന്നത്. തമ്പുരാൻ വിശ്വസ്തനാണ്, വിളിച്ചവൻ വിശ്വസ്തനായതുകൊണ്ടാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കണം. ഇനി ഒരിക്കൽ പോലും പഴയ നിയമത്തിലെ കഥാപാത്രങ്ങളെ ക്രിസ്തു പുതിയ നിയമത്തിൽ അപ്പസ്തോലന്മാർ പ്രസംഗിക്കാത്തതൊന്നും കേൾക്കാൻ നിൽക്കരുത്. നിന്നാൽ അതേ ആത്മാവ് നിങ്ങൾ വ്യാപരിക്കാൻ തുടങ്ങും. നമുക്ക് ആരുടെ ആത്മാവിനെ വേണ്ടേ? പറ. ഏലിയാവിന്റെ വേണോ? ഏലിയാവല്ലേ തീയിറക്കിയത്? തീയിറക്കിയപ്പോ നമുക്കും പുതിയ നിയമത്തിന് തീയിറക്കിയാലോ എന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോ എന്താ പറഞ്ഞേ? നിങ്ങൾ ഏതാത്മാവിന് അധീനരെന്ന് പറഞ്ഞ് യേശു അവരെ ശാസിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. ഹല്ലേലൂയ. കാരണം നമ്മുടെ നിത്യത വെച്ച് പന്താടുവാൻ നമുക്ക് പറ്റില്ല. നമ്മൾ ഈ കർത്താവിനെ സേവിക്കുന്നത് എന്തിനാ? വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിച്ച് അവനോടുകൂടി ഇരിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അവനോടുകൂടെ പാർക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഈ സുവിശേഷം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ ഒരു കാരണവശാലും ഇവിടെ വെച്ച് നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിന്റെ അനുഭവം ഉണ്ടാകില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ പ്രസംഗിക്കുന്ന എപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങൾ സ്വർഗത്തിലാണ്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചേ. മരിച്ചതിന് ശേഷം പിന്നെ ആരുടെയെങ്കിലും കർമ്മങ്ങളാൽ, ആരുടെയെങ്കിലും പൂജകളാൽ, ആരുടെയെങ്കിലും കൂതാശകളാൽ നിനക്ക് സ്വർഗം തരുന്നവനല്ല എൻ്റെ ദൈവം. ഞാൻ കണ്ടിട്ടുള്ള ബൈബിളിലെ യേശു, നീ എപ്പോൾ യേശുവിനെ കൈക്കൊണ്ടാൽ ആ നിമിഷം മുതൽ നീ സ്വർഗരാജ്യത്തിലാണ്. ബൈബിൾ വായിച്ചു നോക്കണം. ഇൻ ക്രൈസ്റ്റ് ഇൻ ഹെവൻലി പ്ലേസസ് എന്ന് എപ്പോഴും ചേർത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് കടന്നില്ല. ആമുഖമായിട്ട് ദൈവവചനം എന്തുകൊണ്ടാണ് നമ്മൾ കേൾക്കേണ്ടതെന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, വചനം അത് മുഖാന്തരമാണ് നമ്മുടെ സ്പിരിറ്റ് ബീയിങ്ങിനെ, നമ്മുടെ അകത്തെ മനുഷ്യനെ ദൈവം ബിൽഡപ്പ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മൾ വീണ്ടും ജനിച്ചത് എങ്ങനെയാ? ആത്മാവിനാൽ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഇച്ഛയാൽ. നമ്മളുടെ ആത്മാവ് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഗുണം, വീണ്ടും ജനിച്ചവരെ ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കാൻ തുടങ്ങുന്നു. ദൈവാത്മാവിനെ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. നോക്ക്, പാപലോകത്തിൽ ജീവിച്ചിരുന്ന ഞാൻ, എൻ്റെ ആത്മാവ് മരിച്ചിരുന്നു. എന്നാൽ യേശുവിൻ്റെ സുവിശേഷം കേട്ടപ്പോൾ എൻ്റെ ആത്മാവിന് ജീവൻ വെച്ചു. ജീവൻ വെച്ചപ്പോൾ എൻ്റെ ആത്മാവ് എൻ്റെ സോളിന്, എൻ്റെ പ്രാണന്റെ മേൽ, എൻ്റെ മനസ്സിൻ്റെ മേൽ കൺട്രോൾ വരുത്താൻ തുടങ്ങി. എൻ്റെ മനസ്സാക്ഷിയിൽ അവൻ ശബ്ദിക്കാൻ തുടങ്ങി. എൻ്റെ മനസ്സിനെ അവൻ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ഞാൻ കേൾക്കുന്ന തിരുവചനത്താൽ എൻ്റെ മനസ്സ് രൂപാന്തരപ്പെടാൻ തുടങ്ങി. തിരുവചനം കേട്ടോണ്ടിരുന്നാലേ മനസ്സ് രൂപാന്തരപ്പെടുകയുള്ളൂ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്തിനാ? നമ്മുടെ ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല, അടുത്ത രക്ഷ വരേണ്ടത് സോളിലാണ്, പ്രാണനിലാണ്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചേ. പലരുടെയും ആത്മാവ് രക്ഷിക്കപ്പെട്ടതാ, പക്ഷെ പ്രാണൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് മരിച്ചാൽ നിന്റെ പ്രാണൻ എവിടെ പോകും? നിങ്ങൾ കേട്ടിട്ടുണ്ടോ വചനം? നിങ്ങൾ ആ വചനത്തെ ശരിയായി കേട്ടിട്ടുണ്ടോ? ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാലെന്നാണോ പറഞ്ഞേ? പിന്നെ എന്നാ പറഞ്ഞേ? നിങ്ങൾ ആ വചനഭാഗം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവിടെ പറഞ്ഞിരിക്കുന്ന പ്രാണനെ നഷ്ടമാക്കിയാലെന്നാണ്. പ്രൈസ് ദി ലോർഡ്.
ഈ പ്രാണൻ, മനുഷ്യ പ്രാണൻ ഒരു വിൽപ്പന ചരക്കാക്കി വെച്ചിരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ പ്രാണൻ, നിന്റെ പ്രാണൻ, നിന്റെ മനസ്സ്. ആസ് എ മാൻ thinketh in his heart, so is he. ഒരു മനുഷ്യന്റെ മനസ്സിൽ എന്താണോ വിചാരിക്കുന്നത്, അവന്റെ മനസ്സെന്താണോ അതാണ് ആ മനുഷ്യൻ. നിങ്ങളുടെ ജീവിതം രക്ഷിക്കപ്പെടാനുള്ള ഏക മാർഗം നിങ്ങളുടെ മനസ്സ് രൂപാന്തരപ്പെടുകയെന്ന്. മനസ്സ് പുതുക്കി ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകണം. ഇതൊരു ചെറിയ പ്രോസസ് അല്ലത്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കുഞ്ഞെ, നേരോടെ നടക്കുന്നവർക്ക് യഹോവ ഒരു നന്മയും, ഈ ലോക ചരിത്രത്തിൽ നേരോടെ നടന്നവർ ഒരുമ മാത്രമേ ഉള്ളൂ. എല്ലാവരും കൂടെ കൂടി അവനെ കൊന്നു കളഞ്ഞു. അവൻ്റെ പേരാ യേശു. പക്ഷെ അവന് അബദ്ധം പറ്റിയതല്ല കേട്ടോ, അവൻ മരിക്കാൻ വേണ്ടി ഇറങ്ങി വന്നത് തന്നെയാണ്. പിശാച് ഓർത്തു, എൻ്റെ തന്ത്രത്തിൻ്റെ അകത്ത്, എൻ്റെ കെണിക്കകത്ത് ഈ യേശു പെട്ടെന്ന്, പക്ഷെ അത് പെട്ടതല്ല, യേശു മരിച്ചതാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് നമ്മളാരെങ്കിലും, നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെട്ടതുകൊണ്ട് ആരെങ്കിലും കൊല്ലുമോ പീഡിപ്പിക്കുമോ എന്ന് ഓർക്കണ്ട. ഒരു ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ സന്തോഷം എവിടെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു ക്രിസ്ത്യാനിയുടെ സന്തോഷം പീഡനങ്ങളിലും അവൻ സന്തോഷിക്കുകയാണ്. നമ്മൾ സന്തോഷിക്കുക എന്താ? വീട് കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ജീവിതത്തിൽ ഇതൊന്നും വേണ്ടെന്നാണോ ഞാൻ പറഞ്ഞു വരുന്നേ? ആണോ? നമുക്കിതെല്ലാം ആവശ്യം, പക്ഷേ നശ്വരമാണിതെല്ലാം. പറഞ്ഞേ, നശ്വരം. നശ്വരം എന്ന് പറഞ്ഞ എന്നാ? നശിച്ചു പോകുന്നത്. നശ്വരമല്ലോ ഭുവനവും അതിലെ. ചിലപ്പോൾ താഴെ കൂടെ പോകുന്ന ആരെങ്കിലും സംസ്കാര ശുശ്രൂഷയാണോ എന്ന് ഓർത്ത് കയറി വരുമോന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ പാട്ട് നിർത്തുക. നശ്വരമാണ് ഇതെല്ലാം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഇതെല്ലാം നശ്വരങ്ങളാണ്. അനശ്വരം, ഇമ്മോർട്ടൽ അല്ലെങ്കിൽ ഇമ്മോർട്ടാലിറ്റി, അനശ്വരത എന്ന് പറയുന്നത് ഒന്ന് മാത്രം. നമുക്ക് ദൈവം തരുന്ന ആത്മീക ദാനങ്ങളെല്ലാം അനശ്വരങ്ങളാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം അനശ്വരമാണ്. നമുക്ക് തരുന്ന ആത്മരക്ഷ അനശ്വരമാണ്. ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. എൻ്റെ പിതാവ് എനിക്ക് തന്നവയിൽ ഒന്നിനെയും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല എന്ന യേശു പറഞ്ഞേ. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ ഭദ്രമാണ്. ദൈവം എനിക്ക് അനുകൂലമാണ്, അതുകൊണ്ട് ദൈവം എനിക്ക് തുണയാണ്, അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും എന്ന് ഞാൻ പറയണമെന്ന് രാവിലെ കേട്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അപ്പോൾ ഈ കള്ളൻ ആരാന്ന് മനസ്സിലായില്ലേ? ഇനി ഈ കള്ളൻ വന്നാൽ മനസ്സിലാവുമോ? നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. കാരണം ഞാൻ ഈ ബൈബിൾ പഠിപ്പിക്കുന്നതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ആരാണ് കള്ളൻ. ഞാനിത് പ്രസംഗിക്കാൻ തുടങ്ങിയതോടുകൂടി ചിലരെല്ലാം എന്നോട് ഇങ്ങനെ പിണങ്ങാനോ മുഖത്തൊക്കെ ഇച്ചിരി വിഷാദങ്ങൾ ഉണ്ടാക്കാനോ ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് വിഷയമല്ല. കാരണം സത്യം പറയുക എന്നതാണ് എൻ്റെ ധർമ്മം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ, സത്യനല്ല സത്യം. ആരാ സത്യം? ഉറക്കെ പറ. യേശുവാണ് സത്യം. ഒരു കുറെ സത്യങ്ങളല്ലത്, സത്യത്തിൻ്റെ ആൾരൂപമായ ക്രിസ്തുവിനെ നീ അറിയണം. ഹല്ലേലൂയ. യേശുവിനെ നീ അറിഞ്ഞാൽ യേശു നിന്നെ ഉപദേശിക്കാൻ തുടങ്ങും. യേശു നിന്റെ വഴികളിൽ നിന്നെ നടത്തുവാൻ തുടങ്ങും. അവൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. തെറ്റിപ്പോകാത്ത വഴികളിലൂടെ ദൈവം നിന്നെ നടത്തുവാൻ തുടങ്ങും. യേശു സത്യമാണ്. ആ സത്യമാണ് എന്നെ സ്വതന്ത്രമാക്കിയത്. ഇവിടെ ഇരിക്കുന്ന എത്ര പേരെ സ്വതന്ത്രമാക്കിയിട്ടുണ്ട്? ഇനി സ്വതന്ത്രമാക്കാൻ പോവുകയാ. ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ബന്ധനങ്ങളെ ദൈവം അഴിക്കും. നിങ്ങളുടെ രോഗപരമായ ബന്ധനങ്ങളെ ദൈവം അഴിച്ചിരിക്കും. നീ ഇനിമേൽ ഒന്നിൻ്റെ അടിമയായിരിക്കില്ല. നീ പൂർണ്ണ ആരോഗ്യവാനായി, നീ സമാധാനവും സന്തോഷമുള്ളവനായി ദൈവത്തെ സേവിക്കാൻ തക്കവണ്ണം പ്രാപ്തനാകാൻ പോവുകയാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പൊ ഇതുപോലെ ഒത്തിരി സത്യങ്ങളൊക്കെ പുറത്തു വരാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വീണ്ടും മത്തായി സുവിശേഷം 28:18 വരാം. ഈ വചനം പഠിപ്പിക്കുന്നതിൻ്റെ അകത്ത് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും ഈ ദിവസങ്ങളിൽ. ഈ ആത്മീക ഗോളത്തിൽ ഏറ്റവും വലിയ ദൂഷിപ്പുണ്ടാകുന്നതിൻ്റെ കാരണം ബൈബിൾ പഠിപ്പിക്കുന്നതിൻ്റെ അകത്തെ തെറ്റുകളാണ്. ഒന്നുകൂടെ പറയാം, വേദപുസ്തകം സത്യമായിട്ട് പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മിക്കവാറും 100% അഴിഞ്ഞിരിക്കും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ശരിയായ ട്രാക്കിലേക്ക് നമ്മൾ വന്ന് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു ദുരന്തമല്ല, ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറും. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. മത്തായി 28:18 മുതൽ ഒന്നുകൂടെ വായിക്കാം. അവൻ അടുത്തു ചെന്ന്, യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു.
ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. എന്ത് ചെയ്യാനാ പറഞ്ഞേ? ക്രിസ്ത്യാനിയാക്കാനല്ല യേശു വിട്ടിരിക്കുന്നത്, ശിഷ്യരാക്കാൻ വേണ്ടിയാ. ശിഷ്യന്റെ പ്രത്യേകത കയ്യിൽ പേനായും വേണം, കടലാസും വേണം, ബുക്കും വേണം, നോട്ട് ബുക്കും വേണം, എല്ലാം വേണം. അവൻ പഠിക്കണം, അവന് ഹോംവർക്ക് ഉണ്ടാകും, അതും ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. എത്ര മനസ്സിലാകുന്നുണ്ട്? ശിഷ്യരാക്കാൻ വേണ്ടിയാ വിട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൊടുക്കുന്ന ദശാംശം കൊണ്ടോ സ്തോത്രക്കാഴ്ച കൊണ്ടോ ഉപജീവനം കഴിക്കാൻ വേണ്ടിയല്ല ദൈവം തന്റെ ശിഷ്യന്മാരെ അയച്ചത്, നിങ്ങളെ പഠിപ്പിച്ച് യേശുവിന്റെ ശിഷ്യന്മാരാക്കി മാറ്റാൻ വേണ്ടിയാണ്. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എല്ലാ കൈയും ഉയർന്നില്ലല്ലോ. വെറുതെ ഞങ്ങൾ വന്ന് രോഗം സുഖപ്പെടാനാണ് ആണോ? അങ്ങനെയാണ്. എനിക്ക് അവരെ വിശ്വാസമില്ല. എത്ര വലിയ മിറക്കിൾ നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. മിറക്കിൾ നടന്നിട്ട് പിന്നെ അവരെ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. എത്രയോ വലിയ അത്ഭുതങ്ങൾ, കടബാധ്യതയിൽ നിന്ന് ഇളവോ സാമ്പത്തിക വിടുതലോ ഒക്കെ പ്രാർത്ഥനയിലൂടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അവരെ നോക്കിയാൽ കാണില്ല. നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ സഭയിൽ കാണുന്നവരൊക്കെ ദൈവവചനത്തെ സ്നേഹിക്കുന്നവരാണ്. ദൈവവചനത്തെ സ്നേഹിക്കാത്ത ആരും സഭയിൽ നിൽക്കാൻ പറ്റില്ല. ദൈവവചനം എന്ന് പറഞ്ഞത് ആർക്കും തോന്നിയതുപോലെ വിളിച്ചു പറയാവുന്ന സാധനമല്ലത്. ദൈവത്തിന്റെ വചനത്തിൽ ക്രിസ്തുവിനെ കുറിച്ചുള്ളത്. ഹല്ലേലൂയ. യേശുവിനെ ഉയർത്താത്തതൊന്നും ദൈവവചനമല്ല. കാരണം മറ്റൊരുത്തനും രക്ഷയില്ല. നിനക്ക് ഈ സോളമന്റെ കഥ കേട്ടിട്ട് നിനക്കെന്നാ കാര്യം? നിനക്ക് ഈ ദാവീദിന്റെ കഥ കേട്ടിട്ട് നിനക്കെന്താ കാര്യം? നിനക്ക് ഈ ശൗലിന്റെ പഴംപുരാണം കേട്ടിട്ട് നിനക്കെന്താ കാര്യം? അതിൻ്റെ അകത്തുനിന്ന് ക്രിസ്തുവിനെ കുറിച്ച് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എടുക്കണം. അല്ലാത്തതൊന്നും സുവിശേഷമല്ല. കാരണം പഴയ നിയമത്തിലെ ഭക്തന്മാരെല്ലാം വിശ്വസിച്ചത് കാൽവരി ക്രൂശിൽ മരിക്കാനിരിക്കുന്ന ക്രിസ്തുവിന്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പുമാണ്. അതിനെ നോക്കിയാണ് പഴയ നിയമ ഭക്തന്മാർ അനുഗ്രഹം പ്രാപിച്ചത്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചേ. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ മുഴുവൻ വിശ്വാസവീരന്മാരുടെ, പഴയ നിയമകാലത്തിലെ വിശ്വാസവീരന്മാരുടെ പട്ടിക വെച്ചിട്ട് നിങ്ങൾ അവിടേക്ക് നോക്കണ്ട, ഇങ്ങോട്ട് നോക്ക്, വേറൊരുത്തരെ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം, അവനിലേക്ക് നോക്ക്, അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ് എന്ന് ദൈവവചനം പറയുന്നു. അവരെ കുറിച്ചൊക്കെ പറഞ്ഞു. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് അവരിലേക്കല്ല, നോക്കേണ്ടത് യേശുവിലേക്കാണ്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പറഞ്ഞേ, സകല അധികാരവും. നമ്മളിപ്പോൾ സകല അധികാരത്തിന്റെ കീഴിലല്ല, സകല അധികാരത്തിന്റെ കീഴിലാണ്. സ്വർഗത്തിലും ഭൂമിയിലുള്ള വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞു. അടുത്ത വാക്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ഈ അധികാരത്തിന്റെ കീഴിലുള്ളവർ, കർത്താവ് അധികാരപ്പെടുത്തിയവർ, തെരഞ്ഞെടുത്തവർ പുറപ്പെടണം. പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. അടുത്ത വാക്യം, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. എങ്ങനെ ഉപദേശിക്കണം? പ്രമാണിപ്പാൻ തക്കവണ്ണം. നമ്മളൊരു മോഡലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിയും കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ശിഷ്യരാക്കിയും. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ടീച്ച് എന്ന പദത്തിന് ഡിഡാഷെ എന്നൊരു ഗ്രീക്ക് പദമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഗ്രീക്കിനെ കുറച്ചൊക്കെ പറയുന്നത്? ഒത്തിരി പറഞ്ഞാൽ ആ പാസ്റ്റർ ഇങ്ങനെ ഗ്രീക്ക് തന്നെ പറയും. ഗ്രീക്ക് പഠിച്ചതുകൊണ്ടല്ല, പക്ഷെ അതിനെ പഠിക്കേണ്ട ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, ഏകദേശം 7 നൂറ്റാണ്ടിൻ്റെ 8 നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് ഇംഗ്ലീഷ് ഭാഷയും മലയാള ഭാഷയും രൂപപ്പെട്ടത്. അപ്പം അതിൻ്റെ അകത്ത് തന്നെ വൈകല്യങ്ങളുള്ള, കുറവുകളുള്ള കുറേ പദങ്ങൾ തിരഞ്ഞെടുത്തിട്ടാണ് ഈ ബൈബിൾ എഴുതിയത്. പ്രൈസ് ദി ലോർഡ്. അപ്പം അതിൻ്റെ ശരിയായ അർത്ഥം എന്താണ് ഈ ഗ്രന്ഥകാരൻ എഴുതുന്നവൻ്റെ തൂലികയിൽ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് അറിയണമെങ്കിൽ അതിൻ്റെ മൂലഭാഷയായ ഗ്രീക്കിലേക്ക് നമ്മൾ ചെല്ലണം. പുതിയ നിയമത്തിൽ 3 ഭാഷകളിലാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. 1 അരമായ ഭാഷ, 2 എബ്രായ ഭാഷ, 3 ഒന്നും മിണ്ടുന്നില്ല ഗ്രീക്ക് ഭാഷ. 1 അരമായ ഭാഷ, 2 എബ്രായ ഭാഷ, 3 ഗ്രീക്ക് ഭാഷ. ഈ 3 ഭാഷകളാണ്. അരമായ ഭാഷയ്ക്ക് ലിപിയില്ല, അതുകൊണ്ട് അരമായ ഭാഷയെ എബ്രായ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലുമാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ അർത്ഥത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ റൂട്ട് വേർഡിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാൻ കഴിയണം. അതുകൊണ്ടാണ് ഡിഡാഷെ എന്ന ഒരു വാക്കിനെ നിങ്ങൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. മോഡ് ഓഫ് എക്സ്പ്ലനേഷൻ. എങ്ങനെയാണ് അവര് ഒരു കാര്യത്തെ അവതരിപ്പിച്ചു എന്ന പദമാണ് ഈ ടീച്ച് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. മോസസ് പഴയ നിയമത്തിൽ പഠിപ്പിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ. പഴയ നിയമത്തിൽ എങ്ങനെയാ പഠിപ്പിച്ചേ?
ഞാൻ ചോദിക്കട്ടെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 എടുക്കാവോ? ഉൽപ്പത്തി 1:1. ഉൽപ്പത്തി 1:1. അവിടെ വചനം പറയുകയാണ്, ആദിയിൽ ദൈവം ആകാശവും, ഒന്നുകൂടെ വായിച്ചേ, ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദ ഹെവൻ ആൻഡ് ദി എർത്ത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം. എൻ്റെ ചോദ്യം, ഈ ഹെവൻ സൃഷ്ടിക്കപ്പെട്ടത് ആർക്ക് വേണ്ടിയാ? ഇനി നിങ്ങൾ ഉത്തരം പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം. ആർക്ക് വേണ്ടിയാ സ്വർഗം സൃഷ്ടിക്കപ്പെട്ടത്? പറ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഒരു സർട്ടൻ പീരീഡിലാണ്, ഒരു ടൈമിലാണ്, ഒരു സമയത്താണ്. അങ്ങനെയാണെങ്കിൽ അതിനു മുമ്പേ ദൈവം ഉണ്ടല്ലോ. അപ്പോൾ ദൈവത്തിന് വസിക്കാൻ ആകാശവും ഭൂമിയും വേണോ? മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ദൈവം ആത്മാവാണെന്നേ, ദൈവത്തിന് വസിക്കാൻ ആകാശവും ഭൂമിയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇനി യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഏത് സ്വർഗത്തിലേക്കാ പോയേ? എഫേസ്യ ലേഖനം എടുക്കാവോ? 2-ാം അധ്യായം. സോറി, 4-ാം അധ്യായം. എഫേസ്യ ലേഖനം 4-ാം അധ്യായം. 4-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതൽ വായിച്ചേ. 8 മുതൽ, 4-8 മുതൽ. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ കർത്താവ് പാതാളത്തിലേക്ക് ഇറങ്ങി, അല്ലേ? ബന്ധനസ്ഥരായിരുന്ന ആത്മാക്കളോടുകൂടെ കർത്താവ് ഉയരങ്ങളിലേക്ക് കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് കയറി എന്ന് വരുന്നില്ലയോ? അപ്പൊ എവിടേക്കാ കയറി? അധോഭാഗങ്ങളിലേക്ക്. എവിടെ? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക്. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം, ഇറങ്ങിയവൻ. ആരാ ഇറങ്ങിയവൻ? നിങ്ങൾ എന്നോട് ഒന്ന് സഹകരിക്കണേ, വചനം പഠിക്കണേ. അവൻ ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിനും മീതെ കയറിയവനുമാകുന്നു. അപ്പൊ ഏത് സ്വർഗത്തിലേക്ക് അയച്ചു പോയെ? ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഹി ദാറ്റ് ഡിസെൻഡഡ് ഈസ് ദ സെയിം ഓൾസോ ദാറ്റ് അസെൻഡഡ് അപ്പ് ഫാർ അബവ് ഓൾ ഹെവൻസ്. എല്ലാ സ്വർഗങ്ങളുടെയും മീതെ കയറിയവനുമെന്ന കർത്താവിനെ കുറിച്ച് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, നമ്മൾ ഈ പറയുന്ന സ്വർഗത്തിലേക്കൊന്നും അല്ല കർത്താവ് പോയി. കർത്താവ് പറഞ്ഞു, ഞാനൊരു ഇടമൊരുക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കാര്യം ഞാൻ പറഞ്ഞു. വിശ്വാസികളെന്ന, അല്ലെ, ഒരു ഡ്വെല്ലിംഗ് പ്ലേസ്, മാൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓർക്കുന്ന കൊട്ടാരം എന്നാണ്. വീട്ടിൻ്റെ അകത്ത് കൊട്ടാരം ഉണ്ടാവുമോ? കൊട്ടാരത്തിൻ്റെ അകത്തല്ലേ വീടുണ്ടാവുള്ളൂ. വീടാണോ വലുത്, കൊട്ടാരമാണോ വലുത്? കൊട്ടാരം, മാൻഷൻസ്. അപ്പം മാൻഷൻസ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്ന് വരുന്ന യഥാർത്ഥ അർത്ഥം ഡ്വെല്ലിംഗ് പ്ലേസ് എന്നാണ്, താമസിക്കുന്ന സ്ഥലം. അപ്പം ഞാനൊരു താമസിക്കുന്ന സ്ഥലമൊരുക്കാൻ പോകുന്നു. എവിടേക്കാ പോയേ? യേശു തൻ്റെ സഭയുടെ നടുവിലേക്കാണ് യേശു ഇറങ്ങി വന്നിരിക്കുന്നത്. മനസ്സിലായെങ്കിൽ ദൈവത്തെ. അതാ ഞാൻ പറഞ്ഞേ, ഞാനോ ലോകാവസാനത്തോടെ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. യേശുവിനെ തപ്പി നമ്മൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് ഇങ്ങനെ കണ്ണുകൾ ഉയർത്തണ്ട. നമ്മുടെ കൂടെ കർത്താവുണ്ട്. ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതം രക്ഷപ്പെട്ടു. ഈ വെളിപ്പാട് നിന്റെ അകത്ത് കയറിയ, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ഞാൻ എവിടെ പോയാലും, ഞാൻ എന്ത് ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും, ഞാൻ എന്ത് പ്രവർത്തിക്കാൻ ശ്രമിച്ചാലും അത് എൻ്റെ ഉള്ളത്തിൽ യേശുവിരുന്ന് എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ സഭയിൽ വന്നത് വെറുതെയല്ല, നിങ്ങളെ കർത്താവ് കൊണ്ടുവന്നതാ. ആ ഒരാളുടെ ഉള്ളിൽ യേശു ഉണ്ടെന്നുള്ളതിന്റെ തെളിവെന്താ? ഞായറാഴ്ച കല്യാണത്തിന് പോവില്ല, അവന് സഭയിൽ വരാതിരിക്കാൻ കഴിയില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? നിങ്ങളുടെ ഉള്ളിൽ യേശു ഉണ്ടെന്നതിന്റെ തെളിവാ. നിങ്ങളൊരു രോഗിയെ കണ്ടാൽ, അതേ കാരിത്താസിലെ ചികിത്സ നല്ലതാ കേട്ടോ എന്നല്ല നിങ്ങൾ പറയുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാന്നേ. കർത്താവ് വലിയവനല്ലേ? മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾക്കൊരു സാമ്പത്തിക പ്രതികൂലം വരുന്ന ഒരാളെ കണ്ടാൽ നിങ്ങൾ പറയുന്നത്, നമുക്ക് നോക്കാം, ഏതെങ്കിലും ബ്ലേഡോ മൈക്രോ ഫിനാൻസോ വല്ലതും കിട്ടുമെന്ന് നോക്കാം എന്നല്ല. എൻ്റെ ദൈവം അത്ഭുതകരമായി നിന്റെ സാമ്പത്തികത്തെ തകർന്നിരിക്കുന്ന ഇതിൽ നിന്ന് പുനരുദ്ധരിക്കാൻ എൻ്റെ ദൈവം മതിയായവനെന്ന് നീ പറയും. നിന്റെ ഉള്ളിൽ യേശു ഉണ്ടാകണം. കാരണം യേശു വിശ്വാസത്തിൻ്റെ നായകനാണ്. ഓതർ ആൻഡ് ഫിനിഷർ ഓഫ് ദ ഫെയ്ത്ത്. നിന്നിൽ ആരംഭിക്കുന്ന ക്രിസ്തുവാണ്. എൻ്റെ കൂടെ ഉണ്ടോ? അപ്പോൾ ഇതുവരെ പാസ്റ്റർമാർ പഠിപ്പിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പോകുന്നുണ്ടല്ലേ? അതിൻ്റെ കാരണം യേശു പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഈ പഠിപ്പിക്കൽ നഷ്ടപ്പെടുത്തരുത്, മിസ്സാകരുത്. ഈ പഠിപ്പിക്കൽ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ ദുരുപദേശം പറയുന്നവനും ഇതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
ഈ കള്ളൻ ആരാണെന്നറിയാമല്ലോ, മനസ്സിലായല്ലോ? ആരാ കള്ളൻ? നിന്റെ പോക്കറ്റിൽ കിടക്കുന്ന പണം ലക്ഷ്യമാക്കി നിന്റെ കയ്യടി മേടിക്കാൻ വേണ്ടി നിന്നെ സുഖിപ്പിക്കുന്ന വർത്തമാനം ആര് പറയുന്നുണ്ടോ, അത് എവിടെ നിന്ന് പറഞ്ഞാലും അവൻ കള്ളനാണ്. സത്യം പറയുമ്പോൾ നമുക്ക് അവനോട് ഇഷ്ടമില്ല, അല്ലേ? യേശുവിനെ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നോ? എന്താ കാരണം? യേശു മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയും. പത്രോസിനോട് പറഞ്ഞു, പിശാചേ നീ, സാത്താനെ നീ എൻ്റെ പിന്നിൽ പോ. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? പിന്നെയും പാവം. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ പുള്ളി പോയിട്ടുണ്ടാവും തക്കാലത്ത്. കാരണം കർത്താവല്ലേ പറഞ്ഞേ. കർത്താവ് ശാസിച്ച് ഇവന് പുറത്തു പോകാതിരിക്കാൻ പറ്റുമോ? ഇവനെ അല്ല ശാസിച്ച്, ഇവൻ്റെ അകത്തുള്ള ദുരാത്മാവിനെയാണ്. നീ പേടിക്കേണ്ട, നിന്റെ അകത്തെ ദുരാത്മാവാ പുറത്തു പോകേണ്ടത്. നിന്നെ രക്ഷിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ട്. ഈ സത്യം കേൾക്കുന്ന, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ടാ ഇത് മനസ്സിലാക്കാൻ നിന്റെ ബുദ്ധിയെ ദൈവം തുറന്നത്. ചിലർക്ക് തുറക്കുകയല്ല കേട്ടോ, തുറക്കാത്തവർ നിർഭാഗ്യവാന്മാരാ, തുറന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാ. ഇത് ബുദ്ധിയെ തുറന്നത് ആരാ? യേശുവാ തുറന്നിരിക്കുന്നത്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞ എന്താ? ഒരു പ്രവാചകനുണ്ടായിരുന്നു, പുള്ളി മരിച്ചുപോയി. നമ്മുടെ പുരോഹിതന്മാരെല്ലാം കൂടെ പുള്ളിയെ കൊന്നു കളഞ്ഞു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഈ മനുഷ്യരുടെ അവരുടെ ബുദ്ധിയെ ദൈവം തുറന്നു. തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നിട്ട് ന്യായപ്രമാണത്തിലും സങ്കീർത്തനങ്ങളിലും പ്രവാചകങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും അവരോട് വെളിപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവരുടെ പിന്മാറ്റം മാറി അവർ മുന്നേറ്റത്തിലേക്ക് വരാൻ തുടങ്ങി. ഇപ്പോൾ അവരുടെ ബുദ്ധിയെ തുറന്നു. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല. യേശു പഠിപ്പിച്ചതൊക്കെ ഉപമകളിലൂടെ ആയിരുന്നു. ഉപമകൾ പഠിപ്പിച്ചത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ ഒരു മനുഷ്യൻ വിതപ്പാൻ പുറപ്പെട്ടു. നമുക്ക് ആ വേദഭാഗം ഒന്ന് പരിചയപ്പെടാം. ഇതിനും ഇപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. യേശു ഇപ്പോൾ എവിടേക്കാണ് കയറിപ്പോയേ? ഒരു ഇടമൊരുക്കാൻ പോയതാ. ആ ഇടമൊരുക്കിയിട്ട് ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറഞ്ഞത് ആദ്യം നടക്കേണ്ടത് നമ്മുടെ ശരീരത്തിൽ അവൻ്റെ ആത്മസാന്നിധ്യം വെളിപ്പെടുമ്പോഴാണ്. അല്ലാതെ മധ്യാകാശത്തിൽ യേശു ഇങ്ങനെ വരുന്നത് നോക്കി അത് വരട്ടെ, കർത്താവ് വരട്ടെ, വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നാളെ കൃത്യം 10 മണിക്ക് ഒരു ഭൂകമ്പം ഉണ്ടാകും കേട്ടോ, അന്നേരം വരട്ടെന്നേ, വരുമ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ എതിലെയാ ഭൂകമ്പം വരുന്നതെന്ന് ഓർത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതിനിടയിലായിരിക്കും മിക്കവാറും. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഒരു പാവപ്പെട്ട മനുഷ്യൻ കണ്ടില്ലേ, അത് ഒരു ചായ കുടിക്കാൻ, ഒരു കുടുംബത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടി അദ്ദേഹം പോയി അധ്വാനിക്കാൻ ഒരു ചായ കുടിക്കാൻ ഇറങ്ങിയതായിരിക്കാം. മണ്ണ് വന്ന് എത്രയോ കുടുംബങ്ങളെ നശിപ്പിച്ചു കളഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഈ പ്രകൃതി ദുരന്തങ്ങൾ, ഈ പ്രകൃതിയുടെ ചാഞ്ചാട്ടങ്ങൾ കാണുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കർത്താവിൻ്റെ വരവെടുത്തിരിക്കുകയാണ്. ഭൂമിക്ക് പ്രായമേറിയിരിക്കുന്നു. ഭൂമി പൊട്ടുന്നു, കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു. ഇത് ദൈവത്തിന്റെ വേദപുസ്തകത്തിലെ വചനമാണ്, ഇത് പ്രവചനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് എവിടേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു. മത്തായി 13 റെഡിയാണോ? സന്തോഷമാണോ? ആർ യു വിത്ത് മീ? എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞേ. 13-ാം അധ്യായം എവിടെയാ? 13-ന്റെ 3 മുതൽ വായിക്കാം. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്നത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു. മണ്ണിന് താഴ്ചയില്ലായികയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി, വേറില്ലായികയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊരു 4 വിഭാഗത്തിലുള്ള മനുഷ്യൻ്റെ ഹൃദയത്തെ കാണിക്കുന്ന കാര്യമാണ്. ഇതിൽ രക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളത് അവസാനത്തെ ഭാഗം മാത്രമാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. ഇനി ആദ്യത്തെ 1, 2 ഒരിക്കലും രക്ഷിക്കപ്പെടാത്തവരാണ്. രക്ഷിക്കപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ അവർ സഭയിൽ വരുന്നുണ്ടെങ്കിലും അവർ ദൈവവചനം കേൾക്കുമ്പോൾ ആദ്യം ഭയങ്കര സന്തോഷത്തോടെ അവർ സ്വീകരിക്കും. ഒരു രോഗം സുഖപ്പെട്ടാൽ ഭയങ്കര ഇമോഷണലാകും. ഒരു ദർശനം കണ്ടാൽ ഇമോഷണലാകും. വികാരപരമായി അവർ ഇടപെടാൻ തുടങ്ങും. എക്സൈറ്റഡ് ആകും. അവർ പറയും, ബ്രദറെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയും. അപ്പം ആദ്യം വീണത് എവിടെയാണ്? വഴിയരികെ പറഞ്ഞ വഴിയരികെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന റോഡല്ല. അന്നത്തെ കാലത്ത് വയലോരങ്ങളുടെ സൈഡിലൂടെ ഉണ്ടാകുന്ന നടപ്പാതകളാണ്. കാലുകൾ മനുഷ്യൻ്റെ ചവിട്ടി പതിഞ്ഞു പോയി. വിത്ത് വീണാൽ താഴോട്ട് ഇറങ്ങില്ല, ഇത് പതിഞ്ഞു കിടക്കുകയാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ വഴിയരികെ വീണത് എന്തുണ്ടായി? പറവകൾ വന്നത് കൊത്തിക്കൊണ്ടുപോയി. പിശാചാണ് പറവ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം വീണ്
നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വീണ് ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്നിടത്തോളം നമ്മുടെ ജീവിതം നാശമാണ്. ഹല്ലേലൂയ. വചനം വീഴുക മാത്രമേ, നല്ല നിലത്ത് വീഴണം, നല്ല ഹൃദയത്തിൽ വീഴണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഫസ്റ്റ് സോയിൽ അവർക്കൊന്നും മനസ്സിലായില്ല. അവർ വചനം കേൾക്കുമ്പോൾ ഭയങ്കര ചിലപ്പോൾ സന്തോഷമോ തിമിർപ്പോ ഒക്കെ കാണിക്കാം. എല്ലാവരും കൈയടിക്കുന്ന കൂടെ, എല്ലാവരും ഉത്സാഹിക്കുന്ന കൂടെ അങ്ങ് ആ ഒരു പൊതുജനത്തിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടാകാം. ആഴത്തിലേക്ക് വചനം കയറുന്നില്ല, പറവകൾ അത് കൊത്തിപ്പറന്നു. ഇവിടെ വെച്ച് വചനം കേട്ടിട്ട് മനസ്സിലാകുന്നില്ലാത്ത പ്രിയ സുഹൃത്തെ, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾ കേട്ട വചനം നശിച്ചു പോവുകയാണ്. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ ആത്മാവിനെ ജീവൻ പകരാനാണ്, നിങ്ങളുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താനാണ് ഈ വചനം തന്നതെങ്കിലും നിങ്ങൾക്കത് അനുഗ്രഹമായി മാറിയില്ല. അതുകൊണ്ട് ഹൃദയം തുറന്നു കേൾക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ വിഭാഗം ആരാണ്? മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ പാറയുടെ മേൽ വീണതാണ്. പാറസ്ഥലത്ത് ഏറെ മണ്ണില്ല. നമുക്കറിയാം, പാറയുടെ മുകളിൽ വീഴുന്ന വിത്ത് പെട്ടെന്ന് ഇങ്ങനെ കുതിച്ചങ്ങ് ഒറ്റ കയറ്റമുണ്ട്. ചിലർ അങ്ങനെയാണ് സഭയിൽ വന്നാൽ. ഈ രണ്ട് കൂട്ടരും യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടതല്ല. ദൈവവചനം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, എക്സൈറ്റഡ് ആണ്. പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള പെർസിക്യൂഷൻ, പീഡനങ്ങളോ വേദനകളോ മുറിവുകളോ ഉണ്ടായാൽ പിന്നെ അവർ ദൈവസഭയിലേക്ക് വരികയില്ല. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കുമൊക്കെ ജീവിതത്തിൽ ഈ ക്രിസ്തീയ കോളത്തിലേക്ക് വന്നിട്ട് പീഡനമുണ്ടാകാത്തതല്ല, വേദന ഉണ്ടാകാത്തതല്ല, ദുഃഖങ്ങൾ ഉണ്ടാകാത്തതല്ല. പക്ഷെ നമ്മൾ നിൽക്കുന്നതിന് കാരണം സുവിശേഷത്തെ പ്രതിയുള്ള സഹനത്തെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചിറങ്ങിയത് കൊണ്ടാണ്. നിങ്ങൾക്ക് സന്തോഷമില്ല, അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ ഈ സന്തോഷത്തിൻ്റെ അകത്തല്ല. അങ്ങനെ സന്തോഷത്തിൽ ഉണ്ടെങ്കിൽ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്തയിടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലാകിയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. ക്ഷണത്തിൽ ഇപ്പൊ സ്നാനപ്പെട്ടേക്കാം, ഇപ്പൊ ദശാംശം തന്നേക്കാം, ഇപ്പൊ പിടിച്ചു. പക്ഷേ കുറെ ദിവസം കഴിയുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണ്. പ്രൈസ് ദി ലോർഡ്. പതുക്കെ പോയാലും ശരിക്കും ഗ്രാജ്വലായി ഉറപ്പിച്ചു തന്നെ കാൽ ചുവടുകൾ വെക്കുന്ന മനുഷ്യർ ഭാഗ്യവാന്മാരാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. വളരെ സ്പീഡി ആയിട്ടൊന്നുമില്ല, എക്സൈറ്റഡ് അല്ല, വളരെ സ്ലോ ആണെങ്കിലും ആ പ്രോസസ്സിൻ്റെ അകത്ത് ഉറപ്പോടെ കൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശുവിലേക്ക് വന്നത് എൻ്റെ ജീവിതത്തിലെ ചില ദുസ്വഭാവങ്ങൾ മാറാനും മനസ്സിന് സമാധാനം കിട്ടാനും. ഞാനിങ്ങനെ ദൈവവചനം കേൾക്കും, അവിടെ ശാന്തമായിരിക്കും. ഒരു കൗൺസിലിങ്ങിന് ഓടി നടക്കാതെ, രോഗശാന്തിക്കോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കാൻ നിൽക്കാതെ പതുക്കെ അവിടെ ഇരുന്ന് വചനം കേട്ടു. ആദ്യം ഒന്നും മനസ്സിലാവില്ല, കുറച്ചൊക്കെ ഉറങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വചനം മനസ്സിലാകുന്ന ഒരു ഹൃദയം എനിക്ക് ദൈവം തന്നു. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ ബുദ്ധിയെ ദൈവം തുറന്നു. ഇതിന് ഇരിക്കുന്ന നിങ്ങളുടെ ബുദ്ധിയെ തുറക്കാൻ കർത്താവ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഒരു വീട് കിട്ടുന്നതിന് മുമ്പ് ദൈവമേ വചനം മനസ്സിലാക്കാൻ എൻ്റെ ബുദ്ധിയെ തുറക്കണം? ലുദിയായുടെ ഹൃദയം തുറന്ന ദൈവത്തിന് നിന്റെ ഹൃദയത്തെ തുറക്കാൻ താല്പര്യമുണ്ട്. എത്ര പേർക്ക് പറയാൻ കഴിയും, ദൈവമേ എൻ്റെ ഹൃദയം തുറന്നിട്ട് എൻ്റെ ഹൃദയത്തിനകത്തേക്ക് നീ ഒന്ന് വാഴണമേ? തുറന്നു കൊടുക്കാമോ ഹൃദയം? ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും കരമൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു, കരുത്തേകും കരമൻ തോളിൽ പതിച്ചു, ദുഃഖം മറഞ്ഞു. നമ്മുടെ ഹൃദയത്തിലെ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ ഹൃദയം ഒന്ന് തുറന്നു പിടിച്ചേ കർത്താവിൻ്റെ മുമ്പാകെ. ഏതായാലും തകർന്നു പോയില്ലേ, ഏതായാലും തുറക്കപ്പെട്ടു പോയില്ലേ? നമ്മുടെ വേദനകളല്ലേ നമ്മൾ നിലവിളിക്കുവാൻ വേണ്ടി പ്രേരണ തന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് നീ ഹൃദയം കർത്താവിന് മുമ്പിലൊന്ന് തുറന്നു കൊടുത്തേ. ഹന്നായിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ തുറന്നു കൊടുത്തു. അതുകൊണ്ട് എന്താ അവൾക്കുണ്ടായ നന്മ? അവളുടെ സങ്കടങ്ങളെ ദൈവം മാറ്റിക്കളഞ്ഞു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ നമുക്ക് ഉപകാരമാക്കിയെടുക്കണം. കഷ്ടത സഹനശീലവും, സഹനശീലം സിദ്ധതയും, സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നുവെന്നറിഞ്ഞ് കഷ്ടങ്ങളിലും നാം പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം കിട്ടുവാൻ ഹേതുവാകുന്നു. കഷ്ടതയൊന്നും നശിപ്പിക്കല്ലേ. നമ്മുടെ ജീവിതത്തിലെ അടുത്ത പ്ലാറ്റ്ഫോം ഉറപ്പിക്കുന്ന ഈ കഷ്ടതയാണ്. നമ്മുടെ ജീവിതത്തിലെ വളർച്ച തരുന്നത്, ആത്മീയ വളർച്ച തരുന്നത് ഈ കഷ്ടതകൾക്കകത്താണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കേ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വന്നാൽ, ഞാൻ അതിലേക്ക് തിരിച്ചു പോകാം പിന്നീട്, ഇപ്പം പോയാൽ ശരിയാകില്ല.
ഈ മുറിവുകളുടെ പ്രശ്നമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ചിലത് പാറസ്ഥലത്തേറെ മണ്ണിലെത്തിടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായെങ്കിൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. ഈ രണ്ടു ഡിപ്പാർട്ട്മെന്റ്, ഒന്ന് വഴിയരികിൽ വീണതും പാറസ്ഥലത്ത് വീണതും ഒരിക്കലും രക്ഷിക്കപ്പെടാത്തവരാണ്. അവർ സഭയിൽ വരും, കൈയടിക്കും, ഇമോഷണലാകും, പക്ഷേ അവർ രക്ഷയുടെ അനുഭവം സ്വന്തമാക്കിയിട്ടില്ല. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം, മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. എവിടെ വീണു? മുള്ളു മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. ഒരേപോലെയാണ് ഇത് സഭയിൽ വന്നിരിക്കുന്നേ, പക്ഷെ ചിലതിൻ്റെ ആറ്റിറ്റ്യൂഡ് വ്യത്യസ്തമാണ്. ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ച്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാൻ ഞാനൊരു കാര്യം പറഞ്ഞു. നിങ്ങൾ ദൈവവചനത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. ഒന്നുകൂടെ പറയാം, ദൈവവചനത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണയാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ പൂർണ്ണ ശക്തിയോടും കൂടെ, ഉറക്കെ പറ, എത്ര പേര് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്? അതിന് മാർക്ക് ഇടേണ്ടത് നമ്മളാണോ? ദൈവമല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്നേഹം ജെനുവിൻ ആണോ എന്ന് എങ്ങനെ അറിയാം? യോഹന്നാൻ 14:21 പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. അപ്പോൾ യേശുവിനെ സ്നേഹിക്കുന്നു. നമ്മളിപ്പോൾ പറയും, ഭയങ്കര ഇമോഷണലായി പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും അവൻ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. നമ്മളുണ്ടോ ദൈവത്തെ സ്നേഹിക്കുന്നത്? പിന്നെ ഒന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളൊരു കണ്ണ് കണ്ട് ആമേൻ. എവിടെ കൽപ്പനയുടെ കാര്യം വരുമ്പം തഥൈവയാണ്. പ്രൈസ് ദി ലോർഡ്. തകിടം മറിഞ്ഞു കിടക്കുക. ഇന്നൊരു തീരുമാനമെടുക്കാം, ഞാൻ അവനെ സ്നേഹിക്കുന്നത് പറയുകയും അവൻ്റെ കൽപ്പനകളെ പാലിക്കാതിരിക്കുകയും ചെയ്യരുത്. അവൻ്റെ കൽപ്പനകളെ പാലിക്കുന്നുവെങ്കിൽ അവൻ നമ്മുടെ സ്നേഹം തിരിച്ചറിയാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം 1 കൊരിന്ത്യർ 8:3 ആണെന്ന് തോന്നുന്നു. വചനത്തിൽ പറയുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ആരറിയുന്നു? ദൈവത്തിന് അറിയത്തില്ലാത്തതുകൊണ്ടല്ല, അല്ല, അവൻ്റെ സ്നേഹത്തിലൂടെ അവൻ്റെ ഹൃദയത്തിൻ്റെ ലക്ഷ്യങ്ങൾ അവൻ ദൈവം അറിയുന്നു. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചാൽ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, പക്ഷെ നീ കൽപ്പനകളെ കാത്തുകൊള്ളണം. ഹല്ലേലൂയ. സൂര്യൻ ഉദിച്ചാറെ ചൂട് തട്ടി വേറില്ലായെങ്കിൽ അത് ഉണങ്ങിപ്പോയി. മത്തായി 13:6, 13:7. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. പറഞ്ഞേ, മുള്ളിനിടയിൽ വീണു. മുള്ളു മുളച്ചു വളർന്നു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. എന്താ ഈ മുള്ള്? എന്താ ഈ മുള്ള്? വചനം കേട്ട മനുഷ്യൻ അവിടെ അതിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെക്കുറിച്ച് കർത്താവ് അതിനെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ആ വിതയ്ക്കുന്ന ഉപമയെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇങ്ങനെ, ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാൻ ഞാൻ, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഞാൻ, മനസ്സിലാകാതെ പോയാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വഴിയരികെ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ ആകരുത്, അല്ലെങ്കിൽ ആ വഴിയരികെ ഉള്ള അനുഭവം ആയിരിക്കരുത്. അടുത്തത്, പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നുവെങ്കിലും വേരില്ലാതിരിക്കയാൽ അവൻ ക്ഷണികനത്രേ. അടുത്ത വാക്യം, വചനം നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. കേട്ടോ, ഇടറിപ്പോകരുത്. ഇടറി വീഴുവാൻ ഇടതരല്ലേ നീ യേശുനായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഇടറി വീഴുവാൻ ഇടതരാൽ. ഇടറി വീഴല്ലേ. ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കുക സാധ്യം, പക്ഷേ ഇടർച്ചകൾ, ഒഫൻസസ് നമ്മുടെ ജീവിതത്തിന് ആഴത്തിൽ മുറിവേൽപ്പിച്ച് കടന്നു പോകരുത്. ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു. 12-ാം അധ്യായത്തിൽ 43 മുതലുള്ള ഭാഗങ്ങളിൽ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി കടന്ന് തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്നത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. എന്തിനാ ഈ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നത്? ആരുടെ അടുക്കലേക്കാണ്? എന്താണ് ഇവിടെ അലങ്കരിച്ചതും അടിച്ചു വൃത്തിയാക്കിയതുമായിട്ട് ദൈവവചനം പറയുന്നത്? നിങ്ങൾക്കൊരു ഡെലിവറൻസ് കിട്ടി.
നിങ്ങൾക്ക് പൈശാചിക ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടി, നിങ്ങൾക്കൊരു വിടുതൽ കിട്ടി, നിങ്ങളിൽ നിന്ന് പിശാച് ഒഴിഞ്ഞുപോയി. ആരോ ഏതോ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചതിലൂടെ, ശാസിച്ചതിലൂടെ ദുഷ്ടപിശാചെല്ലാം ഇറങ്ങിപ്പോയി. പക്ഷെ ഇപ്പോൾ അത് ശൂന്യമാണെന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പിശാചിന് കടന്നു വരുവാനുള്ള ഒരു സങ്കേതം, ഒരു സാധനം, ഒരു സംഗതി ഈ വീട്ടിനകത്തുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾക്കേറ്റ മുറിവുകളാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ നീ വഴിപാട് അവിടെ വെച്ചിട്ട് നീ പോയിട്ട് അവനുമായി നിരന്നുകൊള്ളുക എന്ന് ദൈവവചനം പറയുന്നതിന്റെ കാരണം, പ്രിയപ്പെട്ടവരെ, മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങില്ല. ഡെലിവറൻസ് കിട്ടും, പിശാച് വിട്ടുപോകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പിശാച് കടന്നു വന്ന ഒരു പ്രധാന മാധ്യമം നമ്മുടെ മുറിവുകളാണ്. മനുഷ്യർ നമ്മളെ തകർത്തത്, മനുഷ്യർ നമ്മളോട് പിണങ്ങിയത്, നമ്മളോട് ശത്രുത കാണിച്ച് ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ഉപദ്രവിച്ചതൊക്കെ മുറിവുകളായി മാറി. ഒറ്റപ്പെടുത്തലുകൾ, വേദനകൾ ഉണ്ടായത് മുറിവുകളായി. പക്ഷേ ഈ മുറിവുകൾക്ക് ഉപയോഗിച്ചുകൊണ്ട് പിശാച് അകത്ത് വന്നപ്പോൾ ഏതോ ദൈവദാസനിലൂടെ പിശാച് വിട്ടുപോയി, അല്ലെങ്കിൽ വചനത്തിന്റെ സമയത്ത് പിശാച് വിട്ടുപോയി. പക്ഷേ ഇപ്പോഴും ആ വീട് ശൂന്യമായി കിടക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും പിശാചിനകത്ത് കയറാം. വരുമ്പോൾ ഒരാൾ 7 പേരെയും കൂടെ കൂട്ടിയിട്ടാണ് വരുന്നത്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോഴെങ്കിലും കുഞ്ഞെ, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 23-24 വാക്യങ്ങളിൽ, 25 വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യണമെന്നാണ്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുവാൻ വേണ്ടി എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവരുടെ പിഴകളെയും ക്ഷമിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹീലിംഗ് കിട്ടുന്നത് എങ്ങനെയാണെന്നറിയാം? ക്ഷമിക്കുന്നത് വഴിയാണ്. മുറിവിന് സൗഖ്യം കിട്ടുന്നത് ക്ഷമിക്കാൻ തയ്യാറാകുമ്പോഴാണ്. അല്ലെങ്കിൽ ആ മുറിവ് അങ്ങനെ തന്നെ കിടക്കും. അങ്ങനെ കിടന്നാൽ പിശാച് അകത്തു വരും. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ 8 ഇരട്ടിയാ വരാൻ പോകുന്നത്. നിങ്ങൾ മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. ഈ പിശാചൊന്നും വലിയധികം തല പൊക്കുകയല്ല സഭയിൽ വന്നാൽ, പക്ഷേ പുറത്തിറങ്ങി കഴിയുമ്പോൾ അവനെല്ലാം ഇളകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. അപ്പൊ വീണ്ടും വരാം. വചനം എന്തിനാ കേൾക്കുന്നത്? ഈ വചനം മുഖാന്തരം നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടണം, മനസ്സ് പുതിയ അറിവുകൾ ആർജിക്കണം, ദൈവികമായ പഠനം നടത്തണം, ദൈവികമായ പ്രബോധനം കേൾക്കണം. അങ്ങനെ ഈ പൈശാചിക ലോകത്തുനിന്ന് വിടുതലുണ്ടാകണം. നിങ്ങളൊരു ക്ഷമിക്കുന്ന മനുഷ്യനാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ മുറിവുകളില്ലെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ ദൈവം തരാൻ തുടങ്ങും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തൊരു വിഷയം ഇതാണ്. എവിടെയൊക്കെയോ വൂണ്ടുകൾ കിടപ്പുണ്ട്, മുറിവുകൾ കിടപ്പുണ്ട്. സുഖപ്പെടുത്താൻ കർത്താവൻ മതിയായവനാണ്. പക്ഷെ നമ്മൾ തയ്യാറെടുക്കേണ്ട ഒരു കാര്യം, നിന്നെ ഉപദ്രവിച്ചവരോട് ക്ഷമിക്കാൻ തയ്യാറാകണം. ബ്രദറെ, ജനുവിനാണോ ഇത്? ഞാൻ ഒരു കാരണവശാലും ഒരു കാര്യവും ഒരു മോശം കാര്യം ചെയ്യാത്ത എന്നോടാണ് ആ മനുഷ്യൻ. നിങ്ങളോട് ഇതൊന്നും ചോദിച്ചില്ല ദൈവം. ഒഫൻസസ് എങ്ങനെയുണ്ടായെങ്കിലും, മുറിവുകൾ എങ്ങനെയാണ് ഉണ്ടായതെങ്കിലും, അത് ക്ഷമിക്കാനും മുറിവ് ഉണക്കാനും നീ ദൈവസന്നിധിയിൽ മുട്ടുകുത്തണം. എത്ര പേർ ഇന്നതൊരു ചലഞ്ചായി ഏറ്റെടുക്കും? 21 വർഷം ഒരു പെന്തക്കോസ്ത് സഭയിൽ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരൻ്റെ പേരെനിക്ക് ദൈവം പറഞ്ഞു തന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു പേര് കർത്താവ് പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു വീടില്ല, കയറി കിടക്കാനൊരു കൂരയില്ല, വല്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. അദ്ദേഹം അന്ന് ആ സഹോദരനുമായിട്ട് വലിയ പ്രശ്നമാണ്. ഇദ്ദേഹം പെന്തക്കോസ്ത് സഭയിലേക്ക് വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിലൊക്കെ കൂടെയാണ്. ഭയങ്കര വൈരാഗ്യമാണ് അവർക്ക്. പ്രിയപ്പെട്ടവരെ, അന്ന് അദ്ദേഹം ആ വീട്ടിൽ പോയി അദ്ദേഹത്തോട് മാപ്പി ചോദിച്ചു. അധികം താമസിയാതെ 2 നില കെട്ടിടം ദൈവം അദ്ദേഹത്തിന് കൊടുത്തു. ഞാൻ വീട് കിട്ടുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ തടയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ അകത്ത് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒഫൻസസ് ആണ്. നമുക്കതിനൊരു വിടുതൽ വേണ്ടേ? നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാത്തതിന്റെ ഒറ്റ കാരണം, നിങ്ങൾ എവിടെയോ മറഞ്ഞു കിടക്കുന്ന മുറിവുകൾ നിങ്ങളിലുണ്ട്. ഇതിനെ കുത്തി മുറിവേൽപ്പിച്ച് പിശാച് വൈരാഗ്യം ഉണർത്തുന്നുണ്ട്. നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറായാൽ, നിങ്ങൾ മുട്ടുമടക്കാൻ തയ്യാറായാൽ, എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുന്നത് കാണുവാൻ കഴിയും. അവനെ കാണുമ്പോൾ ഒരു ചെറിയ ചിരിയോടുകൂടെ, പ്രൈസ് ദി ലോർഡ്. വേദനകളുണ്ട്, നീറുന്ന മുറിവുകളാണ് അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഒരു മുറിവ് ഉണങ്ങിയില്ലല്ലോ എന്നാ കുഴപ്പം? ചെന്ന് തൊടുന്നിടത്തെല്ലാം നീറ്റലാണ്, ശരിയല്ലേ? പിന്നെയും നീറിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ നീറ്റൽ വേണ്ടെന്നേ, നമുക്ക് ഫ്രീ ആകാം. എത്ര പേർക്ക് ഫ്രീ ആകാൻ താല്പര്യമുണ്ട്? നിങ്ങൾ ഒരുപക്ഷെ ഒളിഞ്ഞു കിടക്കുന്ന ഈ മുറിവുകളെ സുഖപ്പെടുത്താൻ വേണ്ടിയാണ് കർത്താവ് ഇന്ന് ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്. നിന്റെ ആന്തരിക മുറിവുകളെ സുഖപ്പെടുത്താൻ കർത്താവിൻ്റെ അടുക്കലേക്ക് വാ. നിന്റെ ജീവിതത്തിൽ നിന്നെ ഒരുപക്ഷെ അവഗണിച്ച് കളഞ്ഞതായിരിക്കാം, നിന്റെ തലമുറകളായിരിക്കാം, നിന്നെ പോറ്റേണ്ടവർ, നിന്നെ കരുതേണ്ടവർ, നിന്നെ സ്നേഹിക്കേണ്ടവർ, നിന്നെ ആദരിക്കേണ്ടവർ, ഒരുപക്ഷെ നിന്നെ തീർച്ചയായിട്ടും വിലമതിക്കേണ്ടവർ നിന്നെ തള്ളിക്കളയുന്നെങ്കിൽ നീ ഭാരപ്പെടേണ്ട. ആ മുറിവുകൾ യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവാ.
ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ, യേശു ഇന്നും ഉയരങ്ങളിലേക്ക് പോയപ്പോൾ, എന്നും ഞാൻ പറയുന്നത് അങ്ങനെ പറയണമല്ലോ, പറയുകയാണ്, യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുവിൻ്റെ മുറിവുണങ്ങിയിട്ടാണോ പോയേ? മുറിവുകളുമായിട്ടാണ് പോയിരിക്കുന്നത് യേശു. അതല്ലേ വിലാപ്പുറത്ത് വിരലിട്ട് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് തോമായുടെ അടുത്ത് തോമായുടെ അടുത്ത് വന്നില്ലേ സംശയിക്കുന്ന തോമാശ്ലീഹ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. ദൈവവചനത്തിൽ മൂന്ന് വിഭാഗം ആദ്യം കേട്ടു. ആ 3 വിഭാഗവും രക്ഷിക്കപ്പെട്ടവരല്ല. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവർ ക്ഷണത്തിൽ ഇടറിപ്പോകുകയാണ്. ഇടറിപ്പോകുന്നവൻ പോവുകയല്ലാതെ യാതൊരു നിവൃത്തിയില്ല. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ദൈവസഭയിൽ ഉറച്ചു നിന്ന് കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി ഇറങ്ങി വന്നവൻ ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ആരെല്ലാം ആദരിച്ചില്ലെങ്കിലും സ്നേഹിച്ചില്ലെങ്കിലും ഒഫൻസസ് ഉണ്ടായാൽ, നമുക്കറിയാം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും മനുഷ്യരിൽ നിന്ന് നന്മയൊന്നും ഉണ്ടാകില്ല. നമ്മളത് ഏറ്റുവാങ്ങാൻ വേണ്ടി തന്നെ വന്നതാണ്. പറഞ്ഞ ഹല്ലേലൂയ. നമ്മളതിനെ ക്രൂശിക്കപ്പെടാൻ വേണ്ടി തന്നെ വന്നതാണെങ്കിൽ മാത്രമേ ക്രിസ്തീയ കോളത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അല്ലെ നിങ്ങളെ പൊക്കിപ്പറയുന്ന സഭയിൽ പോയാൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയാൽ കള്ളന്മാരാണവർ. നിങ്ങളെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾക്ക് ഒഫൻസ് വരുത്താതെയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സൂത്രമായിട്ടാണ് അവർ സംസാരിക്കുന്നത്, അല്ലേ? ചിലർ പറയാറില്ലേ, ബ്രദറെ ആ സഭയിൽ പോയി ആരെയും കുറ്റം പറയാറില്ല. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, യേശു ആരെക്കുറിച്ചും കുറ്റം പറഞ്ഞിട്ടില്ലേ? പൗലോസ് കുറ്റം പറഞ്ഞിട്ടുണ്ടോ? കുറ്റം പറയുക എന്നത് സ്നേഹമുള്ളത് കൊണ്ടാണ്, തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്, തിരുത്താൻ വേണ്ടിയാണ്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചേ, തിരുത്താൻ വേണ്ടിയാണ്. അപ്പം ഏത് സഭയെ നിങ്ങൾ സൂക്ഷിച്ചോ, കള്ളന്മാരാണ് അതിൻ്റെ ഇടയന്മാരെങ്കിൽ നിങ്ങളെ ഒരിക്കലും സുഖിപ്പിക്കാത്ത വാക്കൊന്നും അവർ പറയില്ല. എന്തൊരു സുഖിപ്പീരാണെന്നറിയോ? ഹല്ലേലൂയ. കാര്യം കാണണമെങ്കിൽ പ്രീസലോ കരമയത്തി ഹല്ലേലൂയ പറഞ്ഞ് മടുത്തോ ക്ഷീണിക്കരുത്. പക്ഷെ ക്ഷീണിച്ചാലും അധ്യാപകൻ്റെ ജോലി അധ്യാപകൻ ചെയ്തേ തീരൂ. പിള്ളേർ അവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടെന്നോ കുസൃതി കാണിക്കുന്നു, അവർ കടലാസ് ഇപ്പോൾ പുറകെ മൊബൈലെ കുത്തിയിരിക്കുന്നതൊക്കെ എനിക്ക് കാണാം. പക്ഷെ ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം എൻ്റെ ജോലി വചനം പഠിപ്പിക്കുകയാണ്. അത് കേട്ട് രക്ഷിക്കപ്പെടാൻ താല്പര്യമുള്ളവർ അവർ നിത്യതയിൽ പോകും. പ്രൈസ് ദി ലോർഡ്. അവർ അനുഗ്രഹം പ്രാപിക്കും. ഈ വചനത്തിൽ ഉറച്ചു നിന്നാൽ നിന്നെയും നിന്റെ കുടുംബത്തെയും അത്ഭുതകരമായി ദൈവം രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യാതൊരു മാന്ത്രിക വിദ്യയുമില്ല യേശുവിൻ്റെ കയ്യിൽ, യാതൊരു മാജിക്കൽ പവറുമല്ല യേശുവിൻ്റെ കയ്യിലുള്ളത്. യേശു വചനം പഠിപ്പിച്ചു, അതിനുശേഷം രോഗികളുടെ മേൽ കരം വെച്ചു, സൗഖ്യപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ യേശുവിൽ നിന്ന് കേട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അവർ എന്തു പഠിച്ചോ അതവർ വിശ്വസിച്ചു, അവർ അത് ആർജിച്ചെടുത്തു. നിങ്ങളുടെ ജീവിതവും അനുഗ്രഹം വരുന്നത് ഈ ടീച്ചിങ്ങിലൂടെയാണ്. ഡിഡാഷേ. പ്രൈസ് ദി ലോർഡ്. 4ാമത്തെ കൂട്ടരെ കുറിച്ച് കേൾക്കണ്ടേ? നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. ഗ്രഹിക്കുക. വചനം മനസ്സിലാകുന്നവർ ഒന്ന് കൈ ഉയർത്തിക്കേ. മനസ്സിലാകാത്തവർ ജെനുവിനായിട്ടൊന്ന് കൈ ഉയർത്താവോ? മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. അത് ആരുടെയും കുഴപ്പമില്ല. ഞാനും പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ ആദ്യമൊക്കെ വരുമ്പോൾ അതൊന്നും മനസ്സിലായില്ല. ഈ പുള്ളി എന്നെ ഇങ്ങനെ തീപ്പൊരിയായിട്ട് നിന്ന് ഈ രാഷ്ട്രീയക്കാരെ പോലെ ഇങ്ങനെ കൈയും കാര്യമൊക്കെ ഉയർത്തി. ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ കുറേ കഴിയുമ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങും, മയങ്ങും, പിന്നെ എഴുന്നേറ്റ് കൈയടിക്കാൻ പറയും, കൈയടിക്കും, പാട്ട് പാടും. പക്ഷെ പിന്നീട് കർത്താവിൻ്റെ വചനം ഗ്രഹിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു. ഈ ഇവിടെ അടുത്ത് മന്ദിരം എന്ന് പറയുന്ന ആ ഹോസ്പിറ്റലിൻ്റെ പുറവശത്തൊരു ധ്യാനമന്ദിരമുണ്ട്. ആ ധ്യാനമന്ദിരത്തിൽ ഒരാഴ്ച അന്ന് ഡെയ്സി എന്ന് പറയുന്നൊരു സിസ്റ്ററാണ് ഞങ്ങളുടെ കൂടെ പാട്ടുപാടാനുള്ളത്. യാതൊരു ഇൻസ്ട്രുമെൻറ്റും ഇല്ല, ഇടയ്ക്കൊരു പാട്ട് പാടും, നല്ല മനോഹരമായി പാടും. ഒരു മ്യൂസിക്കൽ ടീച്ചറാണ്, മ്യൂസിക് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ആ സഹോദരി. നന്നായിട്ട് പാട്ട് പാടും. എപ്പോഴും പാട്ടില്ല, ഇടയ്ക്ക് ഇടവേളകളിൽ, പ്രസംഗങ്ങളുടെ ഇടവേളകളിൽ മാത്രം ഒരു പാട്ട്, 2 പാട്ട്, അതിൽ കൂടുതലൊന്നുമില്ല. കണ്ടിന്യൂസ് ആയി രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 10 മണി വരെ നീളുന്ന വചനം. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ടായ സന്തോഷം എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം ജീവിതത്തിലെ ഒരുപാട് തെറ്റിദ്ധാരണകൾ, ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരുപാട് അസത്യങ്ങൾ ദൈവം അതിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങൾക്ക് എത്ര പേർക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. വചനത്തിന് മുമ്പിൽ ഇരുന്നാൽ ദൈവത്തിന് ഒത്തിരി നമ്മളോട് സംസാരിക്കാനുണ്ട്. ഒരുപാട് തെറ്റായ അബദ്ധധാരണകൾ നമ്മുടെ ഉള്ളത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാത്തത്. ഈ സന്തോഷം ഒന്ന് അനുഭവിച്ചാലേ മനസ്സിലാവുകയുള്ളൂ. ക്രിസ്തീയ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് നശ്വരമായ ഏതെങ്കിലും സാധനങ്ങൾ കിട്ടുമ്പോഴുള്ള സന്തോഷമല്ല. ഈ സന്തോഷം യേശു തരുന്ന വചനം കേൾക്കുമ്പോഴുണ്ടാകുന്ന, ഒരു കള്ളന് കൊള്ള മുതൽ കിട്ടിയവനെ പോലെ ആനന്ദിക്കുന്ന ആനന്ദം. പ്രൈസ് ദി ലോർഡ്.
അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. മറ്റൊരിടത്തും കിട്ടാത്ത സൗഭാഗ്യം, സന്തോഷം തരാൻ അവൻ്റെ സാന്നിധ്യത്തിന് കഴിയും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ലൂക്കോസിന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വാക്യങ്ങളിൽ യേശുവിൻ്റെ ശിഷ്യന്മാരിതാ ഭൂതങ്ങളെയൊക്കെ ബഹിഷ്കരിച്ച് തിരിച്ചു വരികയാണ്. ഭയങ്കര സന്തോഷം. ഹല്ലേലൂയ. ഈ ഭൂതങ്ങളെ ബഹിഷ്കരിക്കുന്ന പരിപാടി വളരെ രസകരമാണ്. ഇതുങ്ങളെല്ലാം കൂടെ ഈ ഇളകുന്നു, ഇങ്ങനെ ചിലത് പിരിയുന്നു, ഒടിയുന്നു. അങ്ങനെയൊക്കെ ആ വിട്ടുപോകുന്ന രംഗം കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര ആവേശമാണ്. ഉടനെ പിന്നെ ഭൂതം ബാധിച്ചതും അല്ലാത്തതിനെയൊക്കെ പിടിച്ചുകൊണ്ട് പിന്നെ നിർത്തും, പ്രാർത്ഥിച്ച വിടുതൽ കിട്ടാൻ. നമ്മുടെ ഇടയിൽ നിന്ന് പിന്നെ ഇത് പഴക്കവും ചെന്നതായതുകൊണ്ട് ഇറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഇറങ്ങിക്കോളും, ഒരാഴ്ച പിടിക്കും എന്നുള്ളതേ ഉള്ളൂ. ഉറക്കെ പറഞ്ഞല്ലോ, ഈ ചിലയിടത്ത് ചെന്നാൽ പെട്ടെന്ന് ഇറങ്ങിപ്പോയി, ഇവൻ ഇളകും. അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര ആവേശമാണ് ചിലർക്ക്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറഞ്ഞു വന്നത് ഇതേ ആവേശമായിരുന്നു ആർക്കുണ്ടായിരുന്നേ? 10-ാം അധ്യായത്തിൽ 17 പേർ. 17-ാമത്തെ വാക്യം, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. എങ്ങനെയാ മടങ്ങി വന്നേ? And the 70 returned again with joy, saying, Lord, even the devils are subject unto us through thy name. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അമേരിക്കയിലേക്ക് ഒരു വിസ കിട്ടിയാൽ നിന്റെ അതിരിക്കുന്ന സന്തോഷിക്കുന്നവരുണ്ടാകും. തീർച്ചയായിട്ടും സന്തോഷിക്കുക സ്വാഭാവികമാണ്, അല്ലേ? പക്ഷേ അമിതമായി സന്തോഷിക്കാൻ വരട്ടെ, അതിനേക്കാൾ വലുത് നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയതാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. അപ്പം നമ്മൾ ചില സന്തോഷങ്ങളെ ഒന്ന് താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്നും ശരിക്കും ഒരു ആത്മീയ മനുഷ്യനായി മാറിയിട്ടുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ കിട്ടിയ വീട് വേണേൽ നാളെ ജപ്തി ചെയ്യാൻ മേലാകുകയുണ്ടോ? ഇന്ന് കിട്ടിയ ജോലി നഷ്ടപ്പെടാൻ മേലാകുകയുണ്ടോ? മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. തൻ്റെ യൗവനപ്രായത്തിൽ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ ആ കുഞ്ഞിറങ്ങിപ്പോയേ? തിരിച്ചു വരുമെന്നല്ലേ കരുതിയത്? വന്നോ? ഒരു ചായ കുടിക്കാനൊരു സ്ഥലത്തിറങ്ങിയതല്ലേ? ആ മനുഷ്യൻ്റെ കൂടെ എത്രയോ പേർ മണ്ണിനടിയിലായി. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. തിരിച്ചു വീട്ടിൽ ചെല്ലാമെന്ന് ആർക്കും ഉറപ്പില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ചല്ലേ ഞാൻ പറഞ്ഞേ, നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും ദൈവത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഇത് ദൈവത്തിൻ്റെ ശരീരമായ സഭയാണ്, യേശുക്രിസ്തുവിൻ്റെ ശരീരമായ സഭയാണ്. അതിൻ്റെ അകത്തുള്ളവരെ കുറിച്ച് ഉത്തരവാദിത്വം കർത്താവിനുണ്ട്. ഞാൻ പറയുന്നത്, വേറെയുള്ള മനുഷ്യർ നാളുകൾ ജീവിക്കുമെന്ന് ആർക്കും ഗ്യാരണ്ടി ഇല്ലല്ലോ. പറഞ്ഞ ഹല്ലേലൂയ. അപ്പം സന്തോഷം എന്തിനാ? സന്തോഷം എന്തിലായിരിക്കണം? നിത്യജീവൻ ലഭിക്കുന്നതിലായിരിക്കണം. വചനം പറയുക, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയേ സന്തോഷിപ്പിൻ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നിത്യജീവൻ ലഭിച്ചതിനെ ഓർത്ത് നീ സന്തോഷിക്കണം. ഒരു ആത്മീക മനുഷ്യൻ വളർച്ച പ്രാപിക്കുന്നതിൻ്റെ ലക്ഷണം അവൻ്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നില്ല, അവൻ്റെ സന്തോഷം. എന്തു സന്തോഷം, എന്തൊരാനന്ദം, എൻ്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. എന്തു സന്തോഷം, എന്തൊരാനന്ദം, എൻ്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ. രാത്രിയൊന്നും അവിടെയില്ല, കുഞ്ഞാടാതിൻ വിളക്കായിടും. രാത്രിയൊന്നും അവിടെയില്ല, കുഞ്ഞാടാതിൻ വിളക്കായിടും. പ്രകാശിക്ക കർത്തൻ എൻ്റെ മേൽ, രാജാക്കന്മാരായി വാണിടും. പ്രകാശിക്ക കർത്തൻ. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ എത്രയും സന്തോഷിപ്പിൻ. അപ്പോൾ ക്രിസ്തീയ ഗോളത്തിൽ സന്തോഷിക്കാനുള്ള ചില കാര്യങ്ങൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. റിജോയ്സ് ചെയ്യാൻ. ഒന്ന്, നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ആ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നിങ്ങൾക്ക് സ്വർഗീയ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കിന്ന് വീടില്ലായിരിക്കാം, നിങ്ങളുടെ ജീവിതം ഒരു ദുരന്തമായി നാട്ടുകാർ പറയുന്നുണ്ടാകാം, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടായിരിക്കാം. സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല. യേശു നിന്റെ ഉള്ളത്തിൽ വന്നല്ലോ. യേശുവിന്റെ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടല്ലോ. എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയും? നിങ്ങളുടെ സന്തോഷം അതിലല്ലെന്ന് എനിക്കിപ്പം മനസ്സിലാകുന്നു. എന്തു സന്തോഷം, എന്തൊരാനന്ദം, എൻ്റെ പ്രിയൻ കൂടെ വാഴുമ്പോൾ.
പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആനന്ദം എന്തിലാണ്? ഞാൻ ഭയങ്കര യുദ്ധം ജയിച്ച് കയറിഞ്ഞ് വരികയാണ്, അതുകൊണ്ട് ഞാൻ ആനന്ദിക്കുന്നതെന്നല്ല. എൻ്റെ പേര് ജീവപുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പം മരിച്ചാലും എനിക്ക് നിത്യത ഉറപ്പാണ്. എത്ര പേരുടെ ജീവിതത്തിൽ നിത്യത ഉറപ്പുണ്ട്? നിത്യതയുടെ ഉറപ്പുമായി ജീവിക്കണം കേട്ടോ. രക്ഷയുടെ ഭദ്രത ഉറപ്പുവരുത്തണം. നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷയുടെ ശിരസ്ത്രം അണിയണം, രക്ഷയുടെ വസ്ത്രം അണിയണം. ഹല്ലേലൂയ. രക്ഷാ ശിരസ്ത്രം അണിയണം. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ തലച്ചോറിൻ്റെ അകത്ത് പറയണം, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ്, എനിക്ക് ലോകപ്രകാരം ജീവിക്കാൻ കഴിയില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ്, എനിക്കെതിരെ ശത്രുവിൻ്റെ ഒരു ആയുധവും ഫലിക്കുകയില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ്, എനിക്ക് കർത്താവ് ഒരുക്കിയ നിരവധി അനുഗ്രഹങ്ങളുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവവൈതലാണ്, ഞാൻ കർത്താവിനോട് കൂടെ യുഗായുഗം വാഴുവാൻ പോവുകയാണ്. അപ്പോൾ ദൈവകൃപയിൽ ഏതായാലും ഭൗതികമായ അനുഗ്രഹങ്ങളെക്കുറിച്ചൊന്നും ഒത്തിരി സാക്ഷ്യം പറയാൻ വേണ്ടി ആരെയും കാണുന്നില്ല. അനുഗ്രഹമില്ലാത്തതുകൊണ്ടാണോ? നമ്മുടെ ഈ സഭയിൽ എത്രയോ നന്മകൾ ദൈവം ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ദൈവം എത്രയോ നന്മകൾ, എത്രയോ രോഗസൗഖ്യങ്ങൾ ദൈവം ചെയ്യുന്നു, എത്രയോ വിടുതലുകൾ ദൈവം നമുക്ക് തരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത് അതിനെ ഓർത്തല്ല, ദൈവം നിനക്ക് തന്ന നിത്യരക്ഷയെ ഓർത്താണ്. ശക്തിയോട് ഹല്ലേലൂയ പറഞ്ഞ്, നല്ലപോലെ പറഞ്ഞേ, ഹല്ലേലൂയ, നല്ലപോലെ ഉറക്കെ പറഞ്ഞേ, നല്ലപോലെ പറഞ്ഞേ, നല്ല സന്തോഷത്തിൽ പറഞ്ഞേ, സന്തോഷത്തോടെ പറഞ്ഞേ. ഇനി എന്തെങ്കിലും കാരണവശാൽ ദുഃഖിക്കേണ്ട കാരണമുണ്ടോ? ബ്രദറെ, എൻ്റെ തലമുടി 2 നരയ്ക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ബ്രദറെ, ഇത്രയും വർഷമായിട്ട് എൻ്റെ മകന് കല്യാണം നടക്കുന്നില്ല. നീ ഭാരപ്പെടണ്ട, നിൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. ബ്രദറെ, എനിക്കെതിരെ ഭയങ്കര ഭീഷണി അയൽവക്കംകാരില്ല, എൻ്റെ അയൽവക്കംകാരൻ കൂടോത്രം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നീ ഇതൊന്നും പറയാൻ നിന്നെ ആരാ വിളിച്ചേ? നീ പറയേണ്ടത്, ഞാൻ ക്രിസ്തുവിലാണ്, ക്രിസ്തുവിലായിരിക്കുന്ന ഒരു പുതിയ സൃഷ്ടിയാണ്. ഇതാ എൻ്റെ ശിക്ഷാവിധി അകന്നു പോയിരിക്കുകയാണ്. എൻ്റെ പാപങ്ങൾ മുഴുവൻ അവൻ ഏറ്റെടുത്തു. എന്നെ പാപത്തിൽ നിന്ന് അവൻ രക്ഷിച്ചു, എൻ്റെ ക്ലേശമെല്ലാം ക്രൂശിൽ വഹിച്ചു. ആത്മാവാൽ നിറച്ചെന്നെ സ്വതന്ത്രമാക്കി, സ്തുതിക്കാൻ എനിക്ക് അവൻ കൃപയും നൽകി. ആത്മാവാൽ നിറച്ചെന്നെ സ്വതന്ത്രമാക്കി, സ്തുതിക്കാൻ എനിക്ക് അവൻ കൃപയും നൽകി. പാട്ടുപാടി സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. അപ്പം 4 തരത്തിലുള്ള മണ്ണുകളെ കുറിച്ച് നമ്മൾ കണ്ടു. ആദ്യത്തെ തലത്തിൽ വഴിയരികെ വീണ വിത്താണ്. വഴിയരികെ വിത്ത് വീണ വിത്തിന്റെ 2 ഉദാഹരണങ്ങൾ ബൈബിളിൽ നിന്ന് പഠിപ്പിക്കാം. ഒന്ന് ലൂക്കോസ് 24 എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ, അതുവരെയും യേശു പഠിപ്പിച്ചതൊന്നും അവർക്ക് മനസ്സിലായില്ല. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് രക്ഷ എന്താണെന്നറിയാം? സാൽവേഷൻ എന്താണ്? രക്ഷ വരാനിരിക്കുന്ന നിത്യശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് വിടുതൽ ഉണ്ടാകുന്നതാണ് രക്ഷ. പ്രൈസ് ദി ലോർഡ്. തന്നെയല്ല, രക്ഷ ഒരു വ്യക്തിയിലാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് ആ രക്ഷയുണ്ട്. ആ രക്ഷയ്ക്കകത്ത് ശരീരത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സകല വിധത്തിലുള്ള രക്ഷ ദൈവം അടക്കം ചെയ്തിരിക്കുകയാണ്. ആ രക്ഷയെ തരാൻ നമ്മൾ എന്താ ചെയ്യേണ്ടേ? ഞാനൊരു പാപിയാണെന്ന് ഏറ്റുപറഞ്ഞിട്ട് യേശുവിനെ എൻ്റെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കുക. ജോലി തീർന്നു. ജോലി തീർന്നോ? എന്താ ക്രിസ്തീയ ജീവിതം? ഇവിടെ നിന്നിട്ട് നിങ്ങളിൽ എത്ര പേർ ഇന്ന് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവുമായി സ്വീകരിക്കാൻ താല്പര്യമുണ്ട്? ഇതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. ഞാൻ ചോദിക്കുന്ന ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി എത്ര പേര് തയ്യാറുണ്ട്? ഒരു പുതിയ ജീവിതം, യേശുവിൻ്റെ സത്യവചനങ്ങളെ കേട്ട് അതിനനുസരിച്ച് വിശുദ്ധമായി ജീവിച്ച് എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വരെ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു കൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും? അതാണ് യഥാർത്ഥമായ വിടുതൽ. അല്ലാതെ ഒരു പ്രാവശ്യം രക്ഷിക്കപ്പെട്ട് യേശുവിനെ കർത്താവിനെ സ്വീകരിച്ച് സ്നാനപ്പെട്ടു, പിന്നെ സഭയിലേക്ക് വരുന്നില്ല. ഈ സ്നാനപ്പെടുത്തുന്നത് എന്തിനാ? ദൈവവചനം നിന്നെ പഠിപ്പിക്കാനുള്ള ലൈസൻസാണ്. നീ ഒരു അംഗീകാരം തരികയാണ് എനിക്ക്. എന്തിനാ? ഇനി മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം വരെ വചനം പഠിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. വചനം പഠിപ്പിച്ച ഒരു പരുവമായി കഴിയുമ്പോൾ നിങ്ങളും മറ്റുള്ളവരെ വചനം പഠിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനാണ് കർത്താവ് നമ്മളെ ശിഷ്യയെ ക്രിസ്ത്യാനിറ്റിയിൽ നമ്മളെ വിളിച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ 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 കലാപരിപാടികൾക്ക് വേണ്ടിയല്ല. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. ഈ ഗോളത്തിൽ ഇന്ന് ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ഇത് ഗോളത്തിൽ വളരെ കൃത്യതയോടുകൂടെ സുബോധത്തോടെ നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളെയും പിശാച് അടിച്ചു മാറ്റും. പ്രൈസ് ദി ലോർഡ്. വളരെ സുബോധത്തോടെ ഇരിക്കണം ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ.
പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നില്ല. നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നില്ല, അത്രയും സന്തോഷിപ്പിൻ. അടുത്ത വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകർക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ എന്ന് പറഞ്ഞാൽ, ഈ വെളിപ്പാട് അവരുടെ അകത്ത് കയറിയതിലാണ് കർത്താവിന് സന്തോഷം. നിങ്ങൾക്ക് വീട് കിട്ടുമ്പോഴല്ല കർത്താവിന് സന്തോഷം, നിങ്ങളുടെ രോഗം സുഖപ്പെടുമ്പോഴല്ല കർത്താവിന് സന്തോഷം, നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ തിരിച്ചു കിട്ടുമ്പോഴല്ല കർത്താവിൻ്റെ സന്തോഷം. നിങ്ങളെന്ന ആടിനെ നഷ്ടപ്പെട്ടവനായിരുന്നു, നിങ്ങൾ കർത്താവിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണപ്പെടാൻ തക്കവണ്ണം അവൻ്റെ വചനത്തിന് നിങ്ങളുടെ ചെവിയെ കൊടുക്കുകയും ഹൃദയം തുറന്നു കൊടുക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് ആത്മാവിൽ സന്തോഷിക്കുക. അവൻ പറയുന്ന വചനങ്ങൾ നിനക്കതിൻ്റെ വെളിപ്പാടുകൾ കിട്ടാൻ തുടങ്ങുമ്പോൾ, നീ ആ വെളിപ്പാടിന് വേണ്ടി വചനങ്ങൾ അരിച്ചുപെറുക്കി പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിന് ഭയങ്കര പ്രസാദമാണ് നിന്റെ കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടങ്ങിയിടത്തേക്ക് തന്നെ മടങ്ങിപ്പോകാം. റെഡിയാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും, പ്രാണനെ മരണത്തിൻ പിടിയിൽ നിന്നും ആയുസ്സിനെ കണ്ണുനീരിൽ നിന്നും അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച ദൈവമേ സ്തുതി നിനക്ക്. അധ്വാന ഫലത്തെ നഷ്ടത്തിൽ നിന്നും സൂക്ഷിച്ച സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ, സ്തുതിക്കുന്നു ഞാൻ എൻ ദൈവമേ. അപ്പൊ ഡിഡാഷെ പറഞ്ഞ ഡിഡാഷെ, മോഡ് ഓഫ് എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക രീതി. അതുവരെ ശാസ്ത്രിമാരും പരീശന്മാരും അവലംബിച്ച രീതിയല്ല യേശു സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അവൻ്റെ പഠിപ്പിക്കലുകളിൽ അവർ വിസ്മയിച്ചു എന്നാണ് വചനം പറയുന്നത്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിച്ചേ. ഇപ്പം ഈ കാലങ്ങളിൽ പൊതുവായി പോകുന്ന പൊതുജനം ഓടുന്ന അതേ രീതിയിൽ പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് ആർക്കും പരാതിയില്ല. ഏലിയാവ് തീയിറക്കിയതുപോലെ, ഏലിയാവിന് കാക്ക കൊണ്ട് ആഹാരം കൊടുത്തതുപോലെ, ഇതൊക്കെ പറയുന്നതിന് തെറ്റൊന്നുമില്ല. തെറ്റെന്താണെന്ന് ചോദിച്ചാൽ ഇത് മാത്രം പറയുന്നതിലാണ്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. ചെങ്കടൽ പിളർത്തി ഇക്കരയ്ക്ക് കടത്തിയ കാര്യമൊക്കെ പറയുന്നത് ദൈവമല്ലേ ചെയ്തത്. ദൈവം ചെയ്ത കാര്യം പറയുന്ന മഹത്വമാണ്. പക്ഷേ പുതിയ നിയമത്തിൽ ക്രിസ്തുവിലേക്ക് വരുന്നില്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഠിപ്പിക്കുന്ന രീതി എന്താണ് എന്ന് ഞാൻ പറയാം. യേശു പഠിപ്പിച്ച രീതി, മോഡ് ഓഫ് എക്സ്പ്ലനേഷൻ, അതിനെ അപ്പസ്തോലിക ഉപദേശം എന്നാണ് വേദോസം വിളിക്കുന്നത്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 42-ൽ, and they continued steadfastly in the apostles' doctrine and fellowship and in breaking of bread and in prayers. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. പറഞ്ഞ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. എല്ലാവരും അപ്പോസ്തലന്മാരൊന്നും അല്ല കേട്ടോ. ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം 12 അപ്പോസ്തലന്മാർ യേശുവിനുണ്ടായിരുന്നു. അതിലൊരുവൻ ആത്മഹത്യ ചെയ്തു. 12ാമനായി ദൈവം ഉയർത്തിയത് പൗലോസിനെയാണ്. 12 അപ്പോസ്തലന്മാർ എഴുതിയ ലേഖനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. എഴുതി വയ്ക്കപ്പെട്ട ഈ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലുള്ള ഉപദേശം മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകാര്യമുള്ളൂ. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. ഒന്ന് അപ്പോസ്തലന്മാർ എന്ന് സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പോസ്തലന്മാർ ഒത്തിരി ഇല്ല കേട്ടോ, ഗണത്തിൽ അല്ലെങ്കിൽ എണ്ണത്തിൽ വളരെ ചുരുക്കമാണ്. പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. അപ്പോസ്തലന്മാരുടെ ഉപദേശം അത് ഡിഡാഷയാണ്, ടീച്ചിങ് മോഡ് ഓഫ് ക്രിസ്തുവാണ്, ക്രൈസ്റ്റാണ്. ക്രിസ്തുവിനെ പോലെയാണ് അവർ പഠിപ്പിച്ചത്. ക്രിസ്തുവിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല അവർ ഉപദേശിച്ചത്. എന്താണായിരുന്നു ഉപദേശം? അപ്പോസ്തലന്മാർ എന്താണ് പഠിപ്പിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലേക്ക് വരാം. മർക്കോസ് 3:9. ഒരു ആത്മീക വളർച്ചയുടെ ലക്ഷണം, ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലുടനീളം വചനത്തിലും പ്രാർത്ഥനയിലും വിശുദ്ധ ജീവിതത്തിലും കൂട്ടായ്മയിലും അവസാനം വരെ തുടർന്നു പോകുന്നതാണ്. സസ്റ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക, ഒരു കാര്യത്തിൽ തന്നെ തുടർന്നു പോവുക എന്ന രീതിയിലാണ്, അതിനകത്താണ് ഒരു ആത്മീക വളർച്ച കൂടിക്കൊള്ളുന്നത്. നമുക്ക് അതിനെ ഒരു ബന്ധത്തിൽ
ഈ കണ്ടിന്യൂ ചെയ്ത, തുടർമാനമായി ചെയ്ത ആത്മീക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വചനത്തിൽ മനസ്സിലാക്കാം. മർക്കോസ് 3:9, പുരുഷാരം തന്നെ ഞെരുക്കാതിരിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഒരു ചെറു പടക് തനിക്ക് ഒരുക്കി നിർത്തുവാൻ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു. ആൻഡ് ഹി സ്പേക്ക് ടു ഹിസ് ഡിസൈപ്പിൾസ് that a small ship should wait on him because of the multitude, lest they should throng him. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് കണ്ടിന്യൂ ചെയ്യുക എന്നതാണ്. അവർ അതിൽ തുടർന്നു വന്നു. ആ ഒരു വാക്കിനെ ഒത്തിരി വചനത്തിലൂടെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. അപ്പോസ്തലപ്രവൃത്തി 1-ാം വാക്യം, അപ്പോസ്തലപ്രവൃത്തി 1:14, സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. These all continued with one accord in prayer. സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അപ്പോൾ ഒരു ആത്മീക വളർച്ചയുടെ ലക്ഷണം പ്രാർത്ഥനയിൽ നിരന്തരമായി തുടർന്നു പോകണം. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോസ്തലപ്രവൃത്തി 2-ാം വാക്യം, തിരുവചനം ഉള്ളവർ, ബൈബിൾ ഉള്ളവരൊന്ന് എടുത്ത് തുറന്നു നോക്കണം. 2:46, ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആൻഡ് ദൈ കണ്ടിന്യൂയിങ് ഡെയിലി വിത്ത് വൺ അക്കോർഡ് ഇൻ ദ ടെമ്പിൾ. അവർ ആലയത്തിൽ കൂടി വന്നിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുക്ക സ്വപ്നം കാണുന്നത് നമുക്കൊരു ആലയം തരട്ടെ, അതിൻ്റെ അകത്ത് 24 മണിക്കൂറും പ്രാർത്ഥന ഉയരട്ടെ. നിങ്ങൾക്ക് എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇപ്പോൾ വേണമെങ്കിൽ തരാൻ ദൈവം മതിയായവനാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ. ഇനി ആദ്യം വടിയായിട്ട് ഇപ്പം ദൈവം അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാസ വാടകയ്ക്ക്, ഇനിയിപ്പോൾ ഇതെല്ലാം മൊത്തം പ്രശ്നമാണെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് ഒന്ന് ദൈവത്തെ ആരാധിക്കാവുന്ന നമുക്കൊന്ന് നോക്കണ്ടേ? ഹല്ലേലൂയ. മിണ്ടുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എല്ലാം മൊത്തം പ്രശ്നങ്ങളാണ്. സാരമില്ല, നമുക്ക് കർത്താവ് 30 ദിവസവും അല്ലേ, പ്രഭാത പ്രാർത്ഥന, വൈകുന്നേരം പ്രാർത്ഥന, പകൽ സമയത്ത് ആരാധന, ഇടവിട്ട് മധ്യസ്ഥ പ്രാർത്ഥന, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ ഒരു ആലയം സ്വപ്നം കാണുന്നവരൊന്ന് കയ്യുയർത്തിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് സ്വപ്നമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും. കാരണം നിങ്ങൾക്കും ഇത് തന്നിട്ടുണ്ടല്ലോ ദൈവം. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമുക്കൊരാലയം ദൈവം തരട്ടെ. വാടകയ്ക്കെങ്കിൽ വാടകയ്ക്ക് ആദ്യം, അത് കഴിഞ്ഞ് പിന്നെ അതെങ്ങനെ പരിപാലിക്കുമെന്ന് നോക്കിയിട്ട് വേണമല്ലോ ഉറപ്പുള്ളത് നമുക്ക് സ്വന്തം ഉടമസ്ഥതയിൽ. പ്രൈസ് ദി ലോർഡ്. ഇത് തരാൻ മതിയായവനല്ലേ? ഇല്ലേ? നമ്മളിൽ ഒരാളുടെ വീട് വിറ്റാൽ മതിയല്ലോ. 2-3 കോടി കിട്ടിയാൽ ഈ പട്ടണത്തിൽ 10 സെൻറ്റ് സ്ഥലം എടുത്താൽ സംഗതി തീർന്നില്ലേ? അല്ലേ? ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അത് മിണ്ടുന്നില്ല. ഇനി ആര് വിൽക്കൂ എന്നുള്ളതാണ് പ്രശ്നം. 1-ാം നൂറ്റാണ്ടിൽ എല്ലാവരും വിറ്റ് അതെല്ലാം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഞാനിനി ഒന്നും പറഞ്ഞില്ലേ, വിൽക്കാൻ വേണ്ടിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ വിൽക്കുകയും വേണ്ട, കർത്താവ് ഇത് തരാൻ മതിയായവനാണ്. ഹല്ലേലൂയ. എന്നോടൊരു സഹോദരി പറഞ്ഞു, ബ്രദറെ നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് സ്ഥലം മേടിച്ച് എല്ലാവർക്കും കൂടെ അവിടെ താമസിക്കണം. അവിടെ എല്ലാവരും കൂടെ കൂട്ടായ്മയായിട്ട് താമസിക്കുന്ന പരമാവധി ആളുകൾ വന്ന് താമസിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്തൊരു മൗനമാണെന്ന് നോക്കി. ദൈവമേ, അങ്ങനെയെങ്ങാനും ഒരു പുതിയ നിയമമെങ്ങാനും എടുത്താൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് കർത്താവ് ഒരുമിച്ച് കൂടുവാൻ ദൈവം ഒരു ആലയം തരട്ടെ. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? മലപ്പുറത്ത് ഇപ്പോൾ തന്നെ ക്വാറന്റീൻ പോലത്തെ പരിപാടികളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. മാസ്ക് എല്ലാം വെച്ചോണമെന്ന് അവിടുത്തെ ഡിസ്ട്രിക്റ്റിൽ മൊത്തം ഓർഡറാണ്. പ്രൈസ് ദി ലോർഡ്. അധികം താമസിയാതെ വേണമെങ്കിൽ ഇവിടെയെങ്ങാനും ഒരു നിപ്പ പൊങ്ങിയാൽ പ്രശ്നമുണ്ടാകും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് പിടിച്ചിരുന്നോണം, ദൈവത്തെ നന്നായിട്ട് ആരാധിച്ചോണം. ഇത് കൊയിനോണിയ അല്ല, ഇത് കൊറോണയല്ല. ഇത് സാധനം, ഈ സാധനം പനി തിരിച്ചിട്ടതാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ വചനം നന്നായിട്ട് നിനക്ക് കിട്ടുന്നുണ്ടോ, നിൻ്റെ സർവ്വദേഹത്തിന് അത് സൗഖ്യമായിരിക്കും. ഈ കൊറോണയെ നമ്മൾ അതിജീവിച്ചത് നമ്മൾ വാക്സിൻ എടുത്തല്ല, നമുക്ക് കർത്താവിൻ്റെ വചനം ലഭിച്ചത് കൊണ്ടാണ്, അവൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ്. എത്ര പേർക്ക് അങ്ങനെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? കരം ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് പ്രതികൂലം വന്നാലും അതിനെ തരണം ചെയ്യാൻ ദൈവം നമുക്ക് പക്ഷത്തുണ്ട്, ദൈവം നമുക്ക് അനുകൂലമാണ്. അപ്പോൾ ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും, അപ്പോൾ കണ്ടിന്യൂയിങ് ഡെയിലി വിത്ത് വൺ അക്കോർഡ്. നമുക്ക് ഒരു ഞായറാഴ്ച വന്നാൽ മറ്റേ ഞായറാഴ്ച വരാൻ ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന പലരും അടുത്ത ആഴ്ച വരികയില്ല, അടുത്ത വേറെ ഓൾട്ടർനേറ്റീവായിട്ടാണ്. നമ്മൾ ഷിഫ്റ്റ് സമ്പ്രദായം ഞാൻ എന്ന് തുടങ്ങിയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ സഭയിൽ ഈ ആഴ്ച വരുന്ന പലരും അടുത്ത ആഴ്ച വരികയില്ല, അടുത്ത ആഴ്ച വന്നാൽ പിറ്റത്തെ ആഴ്ച വേറെയാണ്. മറ്റവരെ പറഞ്ഞു വിടുന്നതാണോ, നിങ്ങൾ തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും ആണോ എന്നെനിക്കറിയത്തില്ല. ഏതായാലും ഉണ്ടോ, കൊച്ചിനെ ഇഷ്ടപ്പെടുന്നില്ല. ശക്തിയോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ, കരമരുത്തി ഹല്ലേലൂയ പറഞ്ഞേ, ഒരിക്കൽ കൂടെ പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പൊ കണ്ടിന്യൂ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് ആത്മീക വളർച്ചയ്ക്ക്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. വേഗം വായിച്ചു പോകാം. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, 6:4. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ബട്ട് വി വിൽ ഗീവ് അവർസെൽസ് കണ്ടിന്യൂവലി ടു പ്രയർ ആൻഡ് ടു ദ മിനിസ്ട്രി ഓഫ് ദ വേർഡ്. കേട്ടോ, പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. ആരാ പറയുന്നത്? അപ്പോസ്തലന്മാർ. അങ്ങനെ ഇരുന്നാ മതിയോ? മതിയെന്നേ. ദൈവം സഭയെ നടത്തിക്കൊള്ളും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പൊ നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുക, ഈ വചന പ്രാർത്ഥനയും ഈ ധ്യാനവും മാത്രം മതിയോ? മതിയെന്നേ. ഇതുവരെ മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വല്ല ഗുണമുണ്ടായോ? ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്ത് വെക്കുമ്പോൾ 40 സ്റ്റെപ്പ് പുറകോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. അല്ലേ, ശരിയല്ലേ പറഞ്ഞേ? ഇപ്പോൾ വചനത്തിൽ ഉറച്ചതിന് ശേഷം ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചാൽ അവിടെ വെച്ചതാ. എത്ര പേർ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ വചനത്തിൽ ഉറച്ചു കഴിഞ്ഞാൽ, അതല്ലേ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസിയുടെ പീഠങ്ങളിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. മനസ്സിലായില്ല? നിങ്ങളൊരു കാര്യത്തിൽ തീരുമാനം എടുത്താൽ അത് നടപ്പിലാക്കും നിങ്ങൾ. കാരണം അങ്ങനെയുള്ളൊരു ദൈവമാണ് നിന്റെ ദൈവം. അവിടെ അസാധ്യതകളുണ്ടോ എന്നുള്ളതല്ല വിഷയം. അസാധ്യതകളെ സാധ്യതകളാക്കാൻ മതിയായ ഒരു ദൈവം നിനക്കുണ്ട്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ച്. എത്രയോ വിഷയങ്ങളിൽ കർത്താവ് ഇത് നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയും, കർത്താവ് തന്നെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ വിഷയങ്ങൾ ദൈവം പിന്നീട് ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. ചിലത് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വില്ലാണെങ്കിൽ വളരെ ഈസി നടക്കും. ചിലത് അതിനെതിരെ ഒത്തിരി പോരാട്ടങ്ങളുണ്ടാകും. പക്ഷെ കുഞ്ഞെ, പോരാട്ടം ഉണ്ടെങ്കിലും ദൈവം നടത്താൻ നീ ഇറങ്ങി തിരിച്ചാൽ നിന്റെ കൂടെ ദൈവം തമ്പുരാനുണ്ട്. നീ ഇറങ്ങുമ്പോൾ യേശു നിന്റെ കൂടെ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അവന് മുൻപോട്ട് വെച്ച ചുവട് പുറകോട്ട് വെക്കാൻ അറിയില്ല. നിങ്ങൾക്ക് എത്ര പേർക്ക് എൻ്റെ കൂടെ വരാൻ കഴിയും? മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ച്. ഇന്ന് നമ്മളൊരു ആലയത്തിന് വേണ്ടി ഇറങ്ങിയാൽ നമ്മുടെ ദൈവത്തിനെ സാധൂകരിക്കാൻ മതിയായവനാണ്. നിങ്ങൾ ഇന്നൊരു വീട് പണിയാൻ ഇറങ്ങിയാൽ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചാൽ, ഒന്നും ചെയ്യാതെ വീട്ടിൽ ഇരുന്നിട്ട് കർത്താവെ കുടഞ്ഞിടണമേ, അക്കൗണ്ടിലേക്ക് പൈസ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ വരുമോ? അത് ജെനുവിനാണോ? പ്രൈസ് ദി ലോർഡ്. മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. കരവൈത്തി ഹല്ലേലൂയ പറഞ്ഞേ. വല്ല പരിപാടി അങ്ങ് തുടങ്ങുന്നേ. എന്തെങ്കിലും ഒന്ന്, ഒരു അച്ചാറാകട്ടെ, പാലാട്ട് അച്ചാറെന്ന് കേട്ടിട്ടില്ലേ? അതിൻ്റെ ഓണർ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. ഈ കേരളത്തിൽ തന്നെ ആദ്യത്തെ MBA-കാരനാണോ, വിദേശത്ത് പോയി MBA എടുത്തൊരു മനുഷ്യനാണെന്നൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജീവിച്ചിരുന്ന സമയത്ത് അന്ത്യ സമയത്തൊക്കെ പോയി കാണാനും പ്രാർത്ഥിക്കാനും ദൈവം ഭാഗ്യം തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ചെറിയൊരു അച്ചാറ് തുടങ്ങിയതല്ലേ. മിണ്ടുന്നില്ല. ബ്രദറെ, ഒരു രക്ഷയില്ല. ഒരു പണിയെടുക്കുകയായിരുന്നു നീ. പിന്നെ എങ്ങനെ നീ രക്ഷ പിടിക്കും? ശരിയല്ലേ? എന്തേലും പണിയെടുക്കണ്ടേ? ഈ അടുത്ത ദിവസം ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന് സഭയിൽ ചില ആൾ കുറവാണ്, ജീവിക്കാൻ മാർഗമില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാവുന്നൊരു തൊഴിലുണ്ട്, അത് ഞാൻ ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വേലയിൽ നിന്ന് അദ്ദേഹം മാറുന്നില്ല. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങിയാൽ ദൈവം അതിനെ വിജയിപ്പിക്കും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. ഇനിയൊന്നും തുറന്നു പറയാനൊന്നും പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ വചനമുണ്ടോ, വചനത്തിലാണോ നീ ജീവിക്കുന്നത്? നീ എന്ത് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാലും ദൈവം നിന്നെ പിന്തിരിപ്പിക്കില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും. അപ്പോൾ ഈ കണ്ടിന്യൂ ചെയ്യണം. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിച്ച് സമയം കളയുന്നില്ല. നമ്മൾ എന്തിലൊക്കെ റിജോയ്സ് ചെയ്യണം. പിശാച് ബഹിഷ്കരിക്കപ്പെടുമ്പോഴല്ല, പിശാച് നിങ്ങളെ അനുസരിക്കുമ്പോൾ നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായേക്കാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും അതിലല്ല ആനന്ദിക്കേണ്ടത്, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയതിൻ്റെ പേരിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ സാൽവേഷനിൽ, രക്ഷയിൽ സന്തോഷിക്കാൻ കഴിയണം. ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞേ. യേശുവിൻ്റെ സുവിശേഷം അവർക്ക് മനസ്സിലാകാൻ തുടങ്ങിയപ്പോൾ, അവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ എഴുതിയതിൻ്റെ പ്രാധാന്യം അവർക്ക് മനസ്സിലായപ്പോൾ കർത്താവ് സന്തോഷിക്കുകയാണ്. ലൂക്കോസ് 24-ാം അധ്യായം 52-ാം വാക്യം. ലൂക്കോസ് 24-ാം അധ്യായം 52-ാം വാക്യം. അവർ അവനെ നമസ്കരിച്ചു, മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. കേട്ടോ, അവനെ ആരാധിക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. എപ്പോൾ ആരാധിക്കേണ്ടത്? 6 to 7 AM, 10 to 12 AM, അങ്ങനെയാണോ? എപ്പോഴാണ് അവനെ ആരാധിക്കേണ്ടത്? അപ്പോൾ എപ്പോഴും സന്തോഷം നമ്മൾ വിടുക, എപ്പോഴും ആരാധിക്കുക. ഹല്ലേലൂയ. ഇടവിടാതെ എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. അവർ അവനെ നമസ്കരിച്ചു, മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. ഇനി മറ്റൊരു വാക്യം പരിചയപ്പെടുത്താം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിലൊക്കെ സന്തോഷിക്കണം? അവൻ്റെ വചനത്തെ സന്തോഷിക്കണം, അവൻ്റെ സാന്നിധ്യത്തെ സന്തോഷിക്കണം. ഇൻ പെർസിക്യൂഷൻസ്,
ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടാകുന്ന എല്ലാ പീഡനങ്ങളിലും ദൈവത്തിന് സന്തോഷിക്കാൻ കഴിയണം. കഴിഞ്ഞ ദിവസം സരിത സിസ്റ്റർ അല്ലേ പറഞ്ഞേ, സോറി സരള സിസ്റ്റർ സുവിശേഷം പറയാൻ നേരം ഒരു പുള്ളിക്കാരിക്ക് അങ്ങ് ചൂടായി. സുവിശേഷം പറയുന്നു എഴുന്നേറ്റ് ഒരു അടി അങ്ങ് അടിക്കാൻ വേണ്ടി തയ്യാറാവുക. അപ്പോൾ ആൻറ്റി പറയും, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒരു അടി എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് കൊണ്ടിട്ടില്ല, എന്നാൽ പിന്നെ ഈ അടിയുടെ രുചി എന്താണെന്നൊന്ന് അറിയാമല്ലോ. ഏതായാലും ആദ്യത്തെ അടി യേശുവിനെ പറഞ്ഞതിൻ്റെ പേരിലാണെങ്കിൽ ഏതായാലും അടി മേടിക്കാൻ ദൈവം ഇടവരുത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. അടിക്കാൻ വേണ്ടി ഒരുങ്ങിയ ആൾ ഇപ്പോൾ ആശുപത്രിയിലാണെന്നാണ് കേട്ടത്. അത് പോട്ടെ, നമുക്കതിൽ സന്തോഷമില്ല. പക്ഷേ ഉപദ്രവം സഹിക്കേണ്ടി വരുമ്പോൾ അതിൽ സന്തോഷിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. യേശുവിൻ്റെ നാമത്തെ പ്രതിയല്ലേ? മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. കർത്താവിൻ്റെ പേരിലല്ലേ, സുവിശേഷത്തിൻ്റെ പേരിലല്ലേ. നിന്നെ ഒറ്റപ്പെടുത്തുന്ന അതിൻ്റെ പേരിലാണെങ്കിൽ സന്തോഷിക്കുക കുഞ്ഞെ. കാരണം നിന്റെ കൂടെ ഇവർ കൂടെ നിൽക്കുന്നതിനേക്കാൾ ഭേദമാ അവൻ നിന്റെ കൂടെ നിൽക്കും, ദൈവം. മനസ്സിലായല്ലോ? സുവിശേഷത്തിൻ്റെ പേരിൽ നിന്നെ ഒറ്റപ്പെടുത്തുകയാണോ? സാരമില്ലെന്നേ. നീ സത്യം വിളിച്ചു പറയുന്നതിൻ്റെ പേരിൽ നിന്നെ മനുഷ്യൻ ദ്വേഷിക്കാം, സാരമില്ലെന്നേ. അതുങ്ങളോട് നീ അങ്ങ് ക്ഷമിച്ചേക്കണം. നീ അതുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കാൻ നിൽക്കരുത്. കാരണം അതുങ്ങൾ ഈ മുറിവുള്ളത് കൊണ്ടാണ് നിന്നോട് ഇങ്ങനെ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള മുറിവ് ഉണങ്ങണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ച്. ഒരുപക്ഷെ നിന്റെ സ്നേഹത്തിൻ്റെ ഒരു ലേപനം അവൻ്റെ മേൽ വീഴുമ്പോഴായിരിക്കാം അവൻ്റെ മുറിവ് ഉണങ്ങാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മുറിവുകൾ വളരെ അപകടകാരികളാണ്. അത് നിങ്ങളുടെയോ എൻ്റെയോ ജീവിതത്തിൽ വന്നാൽ ഉടൻ തന്നെ ഉണങ്ങാൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കണം. ഈ മുറിവുകളിലൂടെ പിശാച് വന്നിട്ടുണ്ടെങ്കിൽ ബഹിഷ്കരിക്കാൻ ദൈവത്തിൻ്റെ അഭിഷേകമുള്ള അധികാരമുള്ളവരുടെ അടുക്കൽ നിങ്ങൾ പോകണം. 2, ഈ മുറിവുകൾ വെച്ചുകൊണ്ടിരിക്കരുത്, വേഗത്തിൽ സുഖപ്പെടണം. എന്ന് പറഞ്ഞാൽ ഇന്നയാളെന്നെ മുറിപ്പെടുത്തി, ആ മുറിപ്പെടുത്തിയ ആളെ കാണുമ്പോൾ എനിക്ക് അവരോട്, എൻ്റെ മകനോട് എൻ്റെ മകളോട് ഇടപെടുവാൻ കഴിയുന്ന പോലെ സ്നേഹത്തോടെ ഇടപെടാൻ കഴിയുന്നില്ലെങ്കിൽ ആ മുറിവ് ഇപ്പോഴും അവിടെയുണ്ട്. അത് ഉണങ്ങണം. ഉണങ്ങിയില്ലെങ്കിൽ അപകടക്കാർക്കാ, നാട്ടുകാർക്കല്ല, നമുക്കാ. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും, ഹൃദയം ഇനിയെന്നും ഹല്ലേലൂയ. അപ്പം ഞാൻ മടുത്തോ നല്ല ഉഷാറായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങൾ ഇത് ഒറ്റ പ്രാവശ്യം പറഞ്ഞാലൊന്നും മനസ്സിലാകുന്ന വിഷയമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ വീണ്ടും യൂട്യൂബ് ഒന്ന് പോയിട്ട് വാച്ച് ചെയ്യണം. നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിനെ വാച്ച് ചെയ്യുന്നവരും നിങ്ങളിത് കേട്ട് സ്വകാര്യമായി പോയിൻ്റ് ഇത് ഇരിക്കട്ടെ, ഇതുവരെ ആരും കേൾക്കാത്ത ഇത് എനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വകാര്യമായി ഒതുക്കി വെക്കരുത്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വചനസത്യങ്ങൾ ഈ ആത്മമണ്ഡലത്തിൽ നിങ്ങൾ നോക്കിയാൽ അധികം പേര് പ്രസംഗിക്കാൻ ഇടയില്ലാത്ത സംഭവങ്ങളാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ജനത്തെ സുഖിപ്പിച്ച് അവരുടെ ലക്ഷ്യം നേടുക എന്ന് മാത്രം അവരുടെ ലക്ഷ്യം. നിത്യതയിൽ കൊണ്ടുപോകാൻ വേണ്ടി സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. ദൈവദാസന്മാർ അങ്ങനെയുള്ളവരെ ആർക്കും ഇഷ്ടമില്ല, അവരെ വിളിക്കില്ല. ഈ ബഹളം വെക്കുന്നവരെയാണ് ഇത് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിത്യതയിൽ പോണോ? അങ്ങനെ വചനം കേൾക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇവിടെ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. യേശു ഇതാ യോഹന്നാൻ സുവിശേഷം 6-29 മുതൽ വാക്യങ്ങൾ പറഞ്ഞ ഭാഗത്തേക്ക് വരാം. യോഹന്നാൻ 6:29. ഞാൻ ചിലതൊക്കെ കട്ട് ഷോട്ട് ചെയ്തു പോകുമ്പോൾ തമ്മിൽ ബന്ധമില്ലാത്തതുപോലെ തോന്നരുത്. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? ദൈവത്തിനുള്ള പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ. ആരാണ് ദൈവം അയച്ചത്? ദൈവം അയച്ചത് ക്രിസ്തുവിനെയാണ്. ആര് നമുക്കായി പോകും? അവൻ വന്നു, അവനിൽ വിശ്വസിക്കണം. അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്തടയാളം ചെയ്യുന്നു, എന്തു പ്രവർത്തിക്കുന്നു? ഈ 6-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ആരംഭത്തിങ്കൽ യേശു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. ഈ ജനം പിന്നെയും യേശുവിൻ്റെ പിന്നാലെ ചെന്നു. യേശു പറഞ്ഞു, നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എൻ്റെ പിന്നാലെ വന്നിരിക്കുന്നത്. ഉടനെ കർത്താവ് വചനം പറയാൻ തുടങ്ങിയപ്പോൾ അനേകർ യേശുവിനെ വിട്ടുപോവുകയാണ്. കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? അവർ പറഞ്ഞു, ഞങ്ങൾ എവിടെ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ടല്ലോ. പ്രിയപ്പെട്ട സ്നേഹിത, നീ വന്നിരിക്കുന്നത് നിത്യജീവൻ്റെ വചനങ്ങളെ കേൾക്കാനാണെങ്കിൽ നിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു. എൻ്റെ ചോദ്യം, മന്ന എവിടെ നിന്ന് വന്നു? മന്ന എവിടെ നിന്ന് വന്നു? നമ്മുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നു, അവർക്ക് തിന്നുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവരോട്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശയല്ല നിങ്ങൾക്ക് തന്നത്, എൻ്റെ പിതാവത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്.
സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള ഏകയപ്പം യേശുവാണ്. സ്വർഗത്തിൽ നിന്നൊന്നുമല്ല ഈ മന്ന വന്നത്. മന്നയും കാടപ്പക്ഷിയും അവരുടെ കൈപ്പിടിയിൽ എത്തുന്ന പോലെ ഇങ്ങനെ പറന്ന് നിന്നതായിട്ടല്ലേ വചനം പറയുന്നത്? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? അപ്പോൾ ഇത് എവിടുന്ന് വന്നേ? ഇതിന് ചുറ്റുമുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് വെളിപ്പെട്ടു വന്നതാണ്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ സാക്ഷാൽ അപ്പം വന്നത് സ്വർഗത്തിൽ നിന്നാണ്. ആ അപ്പത്തിന്റെ പേര് യേശു എന്നാണ്. യേശു പറയുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്നുള്ള അപ്പമാകുന്നു. എൻ്റെ പിതാവത്തെ സ്വർഗത്തിൽ നിന്നുള്ള സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത്. ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അപ്പം തിന്നവരെല്ലാം മരിച്ചു. ഒരിക്കൽ യേശുവിൻ്റെ പിന്നാലെ വന്ന ഒരു രക്തസ്രാവക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞത്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല. പ്രൈസ് ദി ലോർഡ്. സോറി, പറഞ്ഞ ആള് തെറ്റിപ്പോയി അല്ലേ? തിരുത്തി നന്നായി. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. രക്തസ്രാവക്കാരി സ്ത്രീയല്ല, ഭൂതോപദ്രവം കഠിനമായപ്പോൾ തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീ. ആ സ്ത്രീ യേശുവിൻ്റെ അടുക്ക വരുമ്പോൾ യേശു പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നന്നല്ല. അപ്പോൾ ആ സ്ത്രീ എന്താ പറഞ്ഞേ? നായ്ക്കുട്ടികളും മേശമേൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. അപ്പം ഈ നായ്ക്കുട്ടിയാണെന്ന് അവൾ സ്വയം അംഗീകരിച്ചു. ഞാനൊരു നായ്ക്കുട്ടിയാപ്പ യേശുവേ. യേശു അത് മോശമായ രീതിയിലല്ല പറഞ്ഞത്. വളർത്തുനായ, ഓമനിച്ച് വളർത്തുന്ന വീട്ടിലെ നായകളെക്കുറിച്ചുള്ള സൂചനയിലാണ് പറഞ്ഞത്, അല്ലാതെ തെരുവ് നായയെക്കുറിച്ചല്ല. പ്രൈസ് ദി ലോർഡ്. യേശു മാന്യമായ ഭാഷ, ഈ ട്രാൻസ്ലേഷനിൽ വന്ന വ്യത്യാസം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതൊക്കെ പോട്ടെ. അപ്പോൾ യേശു നായെന്ന് വിളിച്ചെന്നല്ല. ആരെയും കർത്താവ് ഒരിക്കലും ധ്വംസിക്കുന്ന, ഒരിക്കലും കളിയാക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാമെങ്കിലും അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന ഈ സ്ത്രീയോട് പറഞ്ഞില്ലേ, മക്കളുടെ അപ്പം. പറഞ്ഞേ, മക്കളുടെ അപ്പം. നമ്മൾ മക്കളാണെങ്കിൽ നമുക്ക് അപ്പം ദൈവം സൂക്ഷിച്ചിട്ടുണ്ട്. നമുക്ക് എന്താ അപ്പം സൂക്ഷിച്ചിരിക്കുന്നത്? രോഗശാന്തി നമ്മുടെ അപ്പമാണ്. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. നമ്മുടെ വീട് അല്ലേ, ഇത് ആകാശത്തിലെ പറവകളെ നോക്ക്, വയലിലെ ലില്ലികളെ നോക്ക്. അവയൊക്കെ കളപ്പുരയിൽ ഒന്നും ശേഖരിക്കുന്നില്ല. എന്നാൽ ഇവയെ പോറ്റിപ്പുലർത്തുന്ന സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ എത്രയധികം നോക്കുമെന്നാണ് ദൈവം പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ നമുക്ക് വീട് ആവശ്യമാണെന്ന് ദൈവത്തിന് അറിയാം. പക്ഷെ അത് അപ്പമാണ്. എന്താണ്? മക്കളുടെ അപ്പമാണ്. നിന്റെ ജോലി മക്കളുടെ അപ്പമാണ്. നിന്റെ വീട്, നിന്റെ വസ്തു, നിന്റെ ബാങ്കിലെ ബാലൻസ്, നിന്റെ ജീവിതത്തിലെ ഭൗതികമായ മറ്റീരിയൽ പൊസഷൻസ് എല്ലാം ദൈവത്തിൻ്റെ അപ്പമാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നതല്ല, ഇവിടുന്ന് തന്നെ വെളിപ്പെട്ടതാണ്. പക്ഷെ ഇത് നശിക്കും, ഇത് തിന്നുന്നവർ മരിക്കും. പക്ഷെ ഞാൻ നൽകുന്ന അപ്പം തിന്നുന്നവനോ എന്നേക്കും ജീവിക്കും. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. അടുത്ത വചനം, ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നതാകുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു. കണ്ടോ, സ്ത്രീയും പറഞ്ഞു തന്നെ, ഈ വെള്ളം എപ്പോഴും എനിക്ക് തരണം, അങ്ങനെയാണ് കുടിക്കാൻ. പിന്നെ കൂടെ കൂടെ മിണ്ടുന്നില്ലല്ലോ. യേശു അവരോട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. നിങ്ങളുടെ ദാഹവും വിശപ്പും ഇന്നും ഉണ്ടെങ്കിൽ തൃപ്തി വരുന്നില്ല. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി മനസ്സിലായെങ്കിൽ ദൈവത്തെ ഉള്ള അഭിഷേകം, ഉള്ള പ്രാർത്ഥന, ഉള്ള വചനം, അതിൻ്റെ അകത്ത് ആദ്യം തൃപ്തി കണ്ടെത്തിയാൽ അതിൻ്റെ അകത്തൊരു ഗ്രോത്ത് ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. യേശു അവരോട് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും ദാഹിക്കുകയുമില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒരിടത്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാർ അപ്പം ഭക്ഷിച്ചു, പക്ഷേ അവർ മരിച്ചുപോയി. ഞാൻ ജീവന്റെ അപ്പം. 49 വാക്യം, നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ടും മരിച്ചുവല്ലോ. ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിറങ്ങുന്ന അപ്പമാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കേക്ക്, ദൂതന്മാരെ ദൈവം സൃഷ്ടിച്ചതല്ലേ? അപ്പൊ സൃഷ്ടിയാണെങ്കിൽ സൃഷ്ടിക്ക് ഒരു ആരംഭമില്ലേ? ഉണ്ട്. ആ സ്വർഗം ദൈവം സൃഷ്ടിച്ചതല്ലേ? സ്വർഗത്തിനൊരു ആരംഭമില്ലേ? ഈ സ്വർഗവും ദൂതന്മാരെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആരുണ്ടായിരുന്നു? ദൈവമുണ്ടായിരുന്നു. അപ്പം ദൈവം വസിച്ചത് എവിടെയാണ്? ദൈവം ആത്മമണ്ഡലത്തിൽ വസിച്ചു. ദൈവം സർവ്വവ്യാപിയായ ദൈവമാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലും
സ്വർഗത്തിലും ദൂതന്മാരുടെ ഇടയിലല്ല നിങ്ങൾ ദൈവത്തെ തിരയേണ്ടത്. ഈ ദൂതന്മാരെ സൃഷ്ടിച്ചത് എന്തിനാണെന്ന് എബ്രായ ലേഖനം 1-ാം അധ്യായം വായിക്കണം. അവയൊക്കെയും രക്ഷപ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ പോലും അറിയാതെ ദൈവത്തിന്റെ ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങളവരെ കണ്ടിട്ടില്ല. തൂവലും കൊണ്ടുവരുന്നവനല്ല ദൂതൻ. ദൂതനെ നിങ്ങൾ ഒരു മനുഷ്യന്റെ രൂപത്തിലായിരിക്കും കാണുന്നത്. പക്ഷെ അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാം. അവരുടെ ഡ്യൂട്ടി അസൈൻമെന്റ് തയ്ക്കുമ്പോൾ അവർ മാറും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. തോമസ് സാർ തന്നെ 1-2 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത്, അല്ലേ, ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ ഒന്ന് കൈയുയർത്തി കാണിച്ചേ. ഒരു ദൂതനെ പോലെ ഒരാൾ വരികയാണ്. അത് വേറെ ആരുമല്ല, ഇങ്ങോട്ട് ചോദിച്ചറിഞ്ഞ് നിങ്ങളുടെ വിഷയങ്ങൾ ചോദിച്ചറിഞ്ഞ് ഞാൻ ഇടപെടാമെന്ന് പറഞ്ഞ ഒരാൾ വന്ന് ആ കാര്യം സാധിപ്പിക്കുന്നെങ്കിൽ അത് ദൈവം അയച്ച ദൂതനാണ്. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കണം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി നേരാമണ്ണം നടന്നാൽ, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചാൽ അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കാൻ തുടങ്ങും. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പൊ ദൂതന്മാരെ ദൈവത്തിന് ആരാധന കൊടുക്കാൻ വേണ്ടിയാണോ ദൈവം ദൂതന്മാരെ സൃഷ്ടിച്ചത്? എന്തിനാ ദൂതന്മാരെ സൃഷ്ടിച്ചത്? നിങ്ങളുടെ എൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാ. രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ സേവകാത്മാക്കളാണവർ. അവരെ കണ്ടാൽ തെറ്റിദ്ധരിച്ച് ആരാധിക്കരുത്. മോശ മരുഭൂമിയിൽ വെച്ച് കണ്ടത് ദൈവത്തെ അല്ല, ദൈവത്തിന്റെ ദൂതനെയാണ് എന്ന് വ്യക്തമായി അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോകാനുള്ള സമയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുമോ, ക്ഷമയുണ്ടോ എന്നും എനിക്കറിയത്തില്ല. അല്ലേ, അവർ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പം ഞാനത് പറഞ്ഞ് നിർത്താം. ബാക്കി പിന്നീട് ഞാൻ വിവരിച്ചു പറയാം. ദൈവത്തെ ആര് ഒരു നാളും, പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മലാക്കി വരെ ഗ്രന്ഥങ്ങൾ എഴുതിയ പ്രവാചകന്മാർ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല. ദാവീദ് കണ്ടിട്ടില്ല, ശലോമോൻ കണ്ടിട്ടില്ല, ശൗല് കണ്ടിട്ടില്ല, എന്താ പറയുന്നേ, ശിംശോൻ കണ്ടിട്ടില്ല. പഴയ നിയമത്തിലെ ആരും ദൈവത്തെ കണ്ടിട്ടില്ല. പഴയ നിയമത്തിലെ ന്യായപ്രമാണം ദൈവം കൊടുത്തതല്ല, ദൈവം ദൂതൻ മുഖാന്തരം പ്രകാശിപ്പിച്ചതാണ്, ദൂതൻ മുഖാന്തരം കൈമാറിയതാണ്. ഹല്ലേലൂയ. ദൈവം കൊടുത്ത ന്യായപ്രമാണമല്ല, ദൂതൻ മുഖാന്തരം മോശയ്ക്ക് കൊടുത്തതാണ്. ആ ന്യായപ്രമാണം മോശയുടെ ന്യായപ്രമാണമാണ്. ആ മോശയുടെ ന്യായപ്രമാണത്തെക്കുറിച്ച് യേശു എന്തു പറഞ്ഞു? കൊള്ളാം കേട്ടോ. പഴയ നിയമത്തിൽ ഇങ്ങനെ പറയുന്നു, കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ആരെങ്കിലും നിങ്ങളുടെ കണ്ണെടുത്താൽ അവൻ്റെ കണ്ണടിച്ചു പറിച്ചേക്കണം എന്നാണോ പറഞ്ഞേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ മത്തായി സുവിശേഷം തുറന്ന് വായിച്ച് മോശയെ കൂടുതൽ പൊക്കാൻ വരട്ടെ. മോശയെ താഴെ നിലത്ത് നിർത്ത്. ന്യായപ്രമാണം അവന് കൊടുത്തപ്പോൾ, അവൻ എഴുതി വെച്ചതിനെ പുതിയ നിയമത്തിൽ ക്രിസ്തു വന്നപ്പോൾ ന്യായപ്രമാണത്തെ അംഗീകരിക്കുകയല്ല, അതിനെ തിരുത്തുകയാണ്. ഞാനിപ്പോൾ ഈ പ്രസംഗിച്ച വിഷയത്തെ കണ്ണിച്ചുകൊണ്ട് നിങ്ങളിൽ ഒരാൾ ഇവിടെ കയറി നിന്ന് പ്രസംഗിച്ചാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്നെ മൊത്തം വെട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. ശരിയല്ലേ ഞാൻ പറഞ്ഞു? ഞാൻ എന്തെങ്കിലും തിരുവചനത്തിലില്ലാത്തത് പറഞ്ഞോ? മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചേ. ഞാൻ പറഞ്ഞ ആശയങ്ങൾ വചനത്തിൻ്റെ വ്യക്തമായ ധാരണയിലാണ് ഞാൻ സംസാരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇത് എന്നെ അനേകർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ലായിരിക്കാം, ഇതൊരു സത്യമാണ്. മോശയെക്കുറിച്ച് പ്രസംഗിക്കാനല്ല നിന്നെ വിളിച്ചത്. മോശ പ്രസംഗിച്ച ന്യായപ്രമാണം പ്രസംഗിക്കുന്നവരാരും നീതീകരിക്കപ്പെടുകയില്ല. ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണത്തിലേക്ക് വരണം. യേശു പറയുകയാണ് 33-ാം വാക്യം 5:33, കള്ളസത്യം ചെയ്യരുതെന്നും സത്യം ചെയ്തത് കർത്താവിനെ നിവർത്തിക്കണമെന്ന് പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്ന അശേഷം സത്യം ചെയ്യരുത്. 38-ാം വാക്യം, കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ലെന്ന് എറിയിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത്. കേട്ടോ, ദുഷ്ടനോട് എതിർക്കാൻ പോലും നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. തല്ല് കിട്ടുവാണെങ്കിൽ ബലേപേഷ്, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിന്റെ നാമത്തിൽ എനിക്കൊരു അടി കിട്ടി കേട്ടോ. കർത്താവേ, നിനക്ക് നന്ദി. ഹല്ലേലൂയ. ഒരു സുവിശേഷ വിരോധിയായ ഒരു മനുഷ്യൻ, ഒരു സുവിശേഷ പ്രവർത്തനായ ഒരാളെ വളരെ ഉപദ്രവിച്ചു ഒരു സ്ഥലത്ത് വെച്ച്. സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയാമോ? ഈ ചെറുപ്പക്കാരനായ മനുഷ്യനെ, മറ്റേ ചെറുപ്പക്കാരനായ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് തെരുതെരെ ചുംബിച്ചു. ആ കൈ അടിച്ച കൈയെയും ചുംബിച്ചു. അവിടെ വെച്ച് അവൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവൻ്റെ ജീവിതം മാറി, ജീവിതം മാറി, ജീവിതം മാറി. ഒരു വലിയ സുവിശേഷ പ്രസംഗകനെ കൊല്ലാൻ വേണ്ടിയിട്ട് കുറേ ആളുകളുമായി, ഗുണ്ടകളുമായി വന്ന മനുഷ്യൻ ഇന്ന് ആ വേദിയിൽ വെച്ച് യേശുവിനെ ആർക്കൊക്കെ സ്വീകരിക്കാൻ താല്പര്യമുണ്ടെന്ന് കേട്ട ആ നിമിഷം അവിടെ മുട്ടുകുത്തി, കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കരഞ്ഞ് കർത്താവിനെ സ്വീകരിക്കുകയാണ്. ഇതാണ് സുവിശേഷത്തിൻ്റെ ശക്തി. നിങ്ങൾക്ക് വല്ലതും മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. ഇത് ചുമ്മാ ഒരു മനുഷ്യൻ്റെ തത്വജ്ഞാനമല്ലത്. ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. കർത്താവ് പറയുക, ഞാനോ നിങ്ങളോട് പറയും, ദുഷ്ടനോട്
നിന്നെ വലത്തെ ചെകിട്ടത്തടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കുക. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകാൻ നിർബന്ധിച്ചാൽ രണ്ടവനോടുകൂടെ പോകുക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്കുക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞുകളയരുത്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കാമെന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. മോശയെ അംഗീകരിക്കുകയാണോ തിരുത്തുകയാണോ ചെയ്തേ? മൊത്തം മോശയെ ക്യാൻസൽ ചെയ്തു. അതുകൊണ്ട് ആ മറുരൂപമലയിൽ ഈ പാവം രണ്ടുപേരെ മത്തായി സുവിശേഷം നമ്മൾ കാണുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ ഇവർ വന്നു. കർത്താവേ, നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ന്യായപ്രമാണം എഴുതിയേ? മോശ വന്ന് ചോദിക്കുന്ന ചോദ്യം ആയിരിക്കാം. എൻ്റെ കൂടെ ഉണ്ടോ? മോശ എന്തിനാ വന്നേ? ഞാൻ എഴുതിയ പുസ്തകത്തിൻ്റെ അകത്തെ കാര്യമൊക്കെ അങ്ങ് തിരുത്തുന്നു. അങ്ങാണെന്ന് കരുതിയ ദൂതനാണ് അയച്ചതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, മോനെ, അത് ഞാനല്ല, അത് ദൂതനാണ്. ദൂതനെ അയച്ച് പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല. നീ എഴുതിയപ്പോൾ തെറ്റിപ്പോയി. നിനക്ക് നിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് നീ അതിനെ എഴുതി വെച്ചത്. സാരമില്ല, നിനക്ക് നിത്യത ഞാൻ തരാം. കാരണം നീ പഴയ നിയമത്തിൽ എന്നെ കണ്ടുകൊണ്ടാണല്ലോ വിശ്വാസത്തോടെ ജീവിച്ചത്. മനസ്സിലാകുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. എൻ്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ പറഞ്ഞേ. ന്യായപ്രമാണം എഴുതിയ മോശയെപ്പോലും വാഗ്ദത്ത ദേശം കാണാതെ ദൈവം പിൻവലിച്ചു. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് ശരിക്കുമുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നിറയാൻ കഴിയുകയുള്ളൂ. മോശ അപ്രത്യക്ഷമായി, മോശയ്ക്ക് മതിയായി. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക. പിന്നെ വന്നതാരാ? ഏലിയാവ്, പ്രവാചകന്മാരുടെ പ്രവാചകനായ ഏലിയാവ്. പ്രൈസ് ദി ലോർഡ്. മോനെ, നീ എന്തിനാടാ തീയിറക്കാൻ വേണ്ടി അനേകരെ മനുഷ്യപുത്രൻ വന്നത് മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല, അത് വീണ്ടുകൊള്ളുവാനാണ്, അല്ലേ? അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനുമാണ്. കള്ളൻ വരുന്നത് അറുപ്പാനും. ആരാ കള്ളൻ? കള്ളയിടയൻ. നിന്റെ ജീവൻ പോയത് നിനക്കറിയില്ലേ? നിന്റെ ഉണ്ടായിരുന്ന അഭിഷേകം നഷ്ടപ്പെട്ടത് നിനക്കറിയാമോ? നിന്റെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടത്, നിന്നെ സ്നേഹിക്കുന്ന നന്മ ചെയ്യുന്ന സ്വഭാവങ്ങൾ മാറിപ്പോയത് നിനക്കറിയാമോ? നിന്റെ അകത്ത് മുറിവുകൾ കയറി ശത്രുത കയറുന്നത് നിനക്കറിയാൻ കഴിയുന്നുണ്ടോ? കുഞ്ഞെ, അങ്ങനെയാണെങ്കിൽ കള്ളൻ നിന്നെ സന്ദർശിച്ചിരിക്കുന്നു. നിന്റെ പലതും മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. എത്ര പേർ ഇവിടെ നിന്ന് മോഷണം നടത്തിയതിൻ്റെ പേരിൽ വേദനയോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് യേശു വന്നിട്ടുണ്ട്. അവൻ നല്ല ഇടയനാണ്. അവൻ മാത്രമേ നല്ല ഇടയനുള്ളൂ കേട്ടോ. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് ഈ പ്രസംഗിക്കുന്ന ഞാൻ നാളെ വേറെ ഏതെങ്കിലും സുവിശേഷം പ്രസംഗിച്ച നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞല്ലേ, ഞങ്ങൾ പ്രസംഗിച്ചത് ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ ഇറങ്ങി വന്ന് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. മനുഷ്യൻ മാറ്റങ്ങൾക്ക് വിധേയനാണ്, പക്ഷേ ദൈവം മാറ്റങ്ങൾക്ക് വിധേയനല്ല. ഞാൻ മാറുമെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. മാറാതെ വണ്ണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. ഈ ഒരൊറ്റ മെസ്സേജിൽ തന്നെ നിൽക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ബൈബിളിൽ ഒറ്റ മെസ്സേജേ ഉള്ളൂ കുഞ്ഞെ. യേശു ക്രിസ്തു എന്ന സുവിശേഷമല്ലാതെ മറ്റൊരു സുവിശേഷമില്ല. മറ്റൊരുത്തരും രക്ഷയില്ല. വേറെ ഒരു മെസ്സേജ് ഇല്ല. കാൽവരി ക്രൂശിൽ യേശു മരിച്ചു, യേശു അടക്കപ്പെട്ടു, യേശു ഉയർത്തെഴുന്നേറ്റു, അവൻ വീണ്ടും വരുവാനിരിക്കുന്നു. ഇതാണ് സുവിശേഷം. അല്ലാതെ കാക്ക കൊണ്ടുവന്ന് ഏലിയാവിന് തീറ്റ കൊടുത്ത കാര്യമല്ല സുവിശേഷം. അത് പുള്ളിക്ക് അല്പനേരത്തേക്ക് ഗുണമായി. പറഞ്ഞ ഹല്ലേലൂയ. കരമയത്തി ഹല്ലേലൂയ പറഞ്ഞേ. അപ്പൊ ജീവിതത്തിൽ നമ്മൾ നയിക്കേണ്ട ജീവിതം പക്വതയുടെ ജീവിതമാണ്, ആത്മീക വളർച്ചയുടെ ജീവിതമാണ്. നമ്മുടെ ഗ്രോത്ത് അത് ചില ബേസിക്സിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വാക്യങ്ങളിൽ ചില അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് വേദവസ്വം പറയുന്നുണ്ട്. അടിസ്ഥാനങ്ങൾ ഇടേണ്ടത്. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം കയറി തലയിടാൻ നിൽക്കരുത്. ആവശ്യമുള്ളത് കാര്യം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ആത്മീകമായി വളർച്ചയുണ്ടാകുമെന്ന് കരുതി ആവശ്യമില്ലാത്ത കാര്യം ചെയ്തിട്ട് കാര്യമില്ല. ചെയ്യേണ്ടത് ചെയ്താലേ കാര്യമുള്ളൂ. വചനം പഠിക്കണം. പ്രൈസ് ദി ലോർഡ്. വചനത്തിൽ തന്നെ നിലനിൽക്കണം. കണ്ടിന്യൂസ് ആയ ഒരു ബൈബിൾ സ്റ്റഡി, കണ്ടിന്യൂസ് ആയ ഒരു പ്രാർത്ഥനാ ജീവിതം, കണ്ടിന്യൂസ് ആയ ഒരു വിശുദ്ധ ജീവിതം. പ്രൈസ് ദി ലോർഡ്. പ്യൂരിറ്റി കാത്തു സൂക്ഷിക്കണം, വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. നിന്റെ ഇന്ദ്രിയങ്ങളെ ദൈവസന്നിധിയിൽ സൂക്ഷിച്ചുകൊണ്ടേയിരിക്കണം അവസാനം വരെ. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിഷൻ കിട്ടാൻ വേണ്ടിയല്ല, നാളുകളിലും എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യനിമിഷം വരെ എനിക്ക് യേശുവിനെ പോലെ ജീവിക്കണം. നമ്മളെ ദൈവം വിളിച്ചത് തൻ്റെ ഓമനപുത്രനായ ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി നമ്മൾ രൂപാന്തരപ്പെടാൻ വേണ്ടിയാണ്. അവനെ പോലെ ആകാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക.
അതിൻ്റെ അവസാന വാക്യങ്ങൾ 5-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം 14-ാം വാക്യം, എബ്രായ ലേഖനത്തിൻ്റെ 5:14. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ഞാൻ ഈ വചന സന്ദേശം നിർത്തുകയാണ്. എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ ബുദ്ധിയെ ദൈവം തുറക്കട്ടെ എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീക വളർച്ച പ്രാപിക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിൽ വചനം കേൾക്കാൻ വരണമേ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം. വചനം കേട്ട് കർത്താവിൽ ആത്മാവിൽ വളരാം. നമുക്കറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ തെറ്റിദ്ധാരണകൾ, അല്ലേ, എൻ്റെ ജനം പരിജ്ഞാനമില്ലായ്കയാൽ നശിച്ചു പോകുന്നു എന്ന് വചനം പറയുന്നു കേട്ടോ. നമ്മൾ നശിക്കാനുള്ള ഏക സാധ്യത നമുക്ക് വിശുദ്ധിയില്ലാത്തത് കൊണ്ടല്ല, ഭക്തിയില്ലാത്തത് കൊണ്ടല്ല, പാട്ടറിയത്തില്ലാത്തത് കൊണ്ടല്ല, പ്രസംഗിക്കാൻ അറിയത്തില്ലാത്തത് കൊണ്ടല്ല, നമുക്ക് നന്മയില്ലാത്തത് കൊണ്ടല്ല, എന്നാൽ നമുക്ക് പരിജ്ഞാനമില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എത്ര പേര് ഈ വ്യാഴം, വെള്ളി, ശനി, ഞായർ 4 ദിവസം പ്രേമിന ഹാളിൽ വെച്ചുള്ള പ്രാർത്ഥന അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട്? നിങ്ങളെല്ലാവരും വരണം. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കൈ ഉയർത്തിയില്ല, നിങ്ങളുടെ എണ്ണ എടുത്തിട്ട് വേണം. നിങ്ങളെല്ലാവരും ഇവിടെ 2 പേരും കൈ ഉയർത്തിയില്ലേ? നിങ്ങൾ 2 പേര് വരികയല്ലേ? പ്രൈസ് ദി ലോർഡ്. കൈ ഉയർത്തിയാൽ 2 ദിവസം, 1 ദിവസം CA ലീവൊക്കെ കിട്ടും. ലീവ് അപേക്ഷ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രം ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അപേക്ഷ കൊടുത്ത് ലീവ് കിട്ടും. ഇവിടെ നമ്മുടെ ആരോമലിന് എങ്ങനെയുണ്ടെന്ന് അറിയാമോ? അങ്ങനെ തന്നെ കിടക്കുന്നു. നമുക്ക് ആരോമലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ആരോമൽ നിങ്ങളുടെ വീടിന് അടുത്തുള്ളതാണോ, ബന്ധുവാണോ? അടുത്തുള്ളതാണ്. വെന്റിലേറ്ററില്ല അല്ലേ? വെന്റിലേറ്ററിൽ നിന്ന് ഒരു കുഞ്ഞിനെ വിടുവിക്കാൻ ദൈവം മതിയായവനെന്ന് വിശ്വസിക്കുന്നത് കൈ ഉയർത്തിക്കേ. അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. എല്ലാവരും വരണം കേട്ടോ. ഷാർലി ആൻറ്റി കൈ പൊക്കിയായിരുന്നോ? കുഞ്ഞുമോളോ? ഷോണി ആൻറ്റിയോ? ഇവിടെ ജയാൻറ്റി? ഇവിടെ 2 പേര്. ഓക്കെ. അവിടെ പുറകിലെ കളത്തിപ്പടി വരികയല്ലേ? പ്രൈസ്. മോൻ വരികയല്ലേ? വരാൻ പറ്റിയില്ല, ലീവ്. ജെയിം ബ്രദർ, ജോസാറ്, തോമസ് സാറ്, നൈനാൻ സാറ് ഇടയ്ക്ക് ഒന്ന് ഞങ്ങളെ ഒന്ന് സന്ദർശിക്കണം കേട്ടോ പ്രേമിന ഹാളിൽ. ഓക്കെ, ദൈവം എനിക്ക് വെൽക്കം. ജിൽജിത്ത് ബ്രദറും ഡോളി സിസ്റ്ററും ഓൾട്ടർനേറ്റീവ് ലീവ് എടുക്കാൻ നോക്കുക. അപേക്ഷ ഞാൻ ഫ്രം ടു. ഇവിടെ ഇരിക്കുന്ന ബാലു ബ്രദർ, എല്ലാവരും വരണം. ഇവിടെ ഓരോരുത്തരും പറഞ്ഞില്ല, സരള സിസ്റ്റർ വരും. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആളെ കൂട്ടിയൊക്കെ കൊണ്ടുവരണം. നമുക്കൊരു അനുഗ്രഹമാക്കണം അത്. ദൈവദിനത്തെ പഠിക്കണം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഇതുവരെ അനുഭവിക്കാത്ത ആത്മീക സന്തോഷം നിങ്ങൾ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇതുവരെ എന്നെ ശുശ്രൂഷയിൽ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുന്നു. തുടർന്ന് നമുക്ക് കർത്താവിനെ ആരാധിക്കാമല്ലോ. ജിത്തു ബ്രദർ, റോബിൻ ബ്രദർ, മോനും മുന്നോട്ട് വാ. ഹല്ലേലൂയ. വേഗം സമയം കളയല്ലേ.